ബ്രഹ്മസൂത്രം യമസൂത്രം എന്ന് പറയുന്ന ഒന്നാണ്. സത്യമാണ്. ലിബറേഷൻ, ജവാൻ, സൽസ അതോ ഹെർക്കുലിസ് ആയാലോ? ഒരു സൽസ ഫുള്ള്. ഞാനൊരു പഴഞ്ചൊല്ല് പറയുന്നതിൻ്റെ ഇടയിലുണ്ടായ ചില പരാമർശങ്ങളാണ്. അത് സമുദായത്തിന് ഏതെങ്കിലും തരത്തിൽ വേദനാജനകമായിട്ടുണ്ടെങ്കിൽ എൻ്റെ മനസ്സാ വാച നിങ്ങൾ ഓരോരുത്തരോടും ക്ഷമാപണം ചോദിക്കുന്നു. ഞാൻ ആരെയും ഹേർട്ട് ചെയ്യാനോ മറ്റൊന്നിനും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഞാനൊരു പഴഞ്ചൊല്ല് പറഞ്ഞു. അയ്യപ്പൻ്റെ അടുത്തേക്ക് പെണ്ണുങ്ങൾ ചെന്നാൽ, പീരീഡുള്ള പെണ്ണുങ്ങൾ ചെന്നാൽ അയ്യപ്പന് ചീറ്റി പോകുന്ന പറയുന്ന കൺട്രോളില്ല, കഷ്ടം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ശബരിമലയ്ക്ക് ഇത്രയും തിരക്കടിച്ച് പോകുന്നു, പോണ വഴിയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ശബരിമല അയ്യപ്പന്റെ ചൈതന്യമെല്ലാം എന്നേ അവിടെ നിന്ന് വിട പറഞ്ഞു പോയി. നമ്മുടെ അയ്യപ്പൻ എന്നെ കൊണ്ട് ചെയ്യിച്ചു. ശബരിമല അയ്യപ്പൻ എന്നെ കൊണ്ട് ഇവിടെ 18 പടി കെട്ടിച്ചു, സ്ത്രീകളെ കൊണ്ട് കെട്ടേറ്റടാന്ന് പറഞ്ഞു. കണ്ടോ? അപ്പൊ അയ്യപ്പന് മനസ്സിലായി അവിടെ എന്തായാലും മാറ്റാൻ പറ്റില്ല, എന്നാൽ ഇവിടെ മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ എന്തായാലും ഇവിടെ അയ്യപ്പൻ നമ്മൾ 18 പടി കയറി. നമ്മുടെ അയ്യപ്പൻ നല്ല കൺട്രോളാ, ഒരു കുഴപ്പമില്ല. ആര് വന്നാലും ഞാൻ എങ്ങനെയാണോ അതേപോലെ നമ്മുടെ അയ്യപ്പന് നിൽക്കും നെഞ്ചുറച്ച്. നമസ്കാരം. അയ്യപ്പന്റെ അടുത്തേക്ക് പെണ്ണുങ്ങൾ ചെന്നാൽ, പീരീഡുള്ള പെണ്ണുങ്ങൾ ചെന്നാൽ അയ്യപ്പന് ചീറ്റി പോകുന്ന പറയുന്ന കൺട്രോളില്ല, കഷ്ടം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ശബരിമലയ്ക്ക് ഇത്രയും തിരക്കടിച്ച് പോകുന്നു, പോണ വഴിയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നു. ശബരിമല അയ്യപ്പന്റെ ചൈതന്യമെല്ലാം എന്നേ അവിടെ നിന്ന് വിട പറഞ്ഞു പോയി. നമ്മുടെ അയ്യപ്പൻ എന്നെ കൊണ്ട് ചെയ്യിച്ചു. ശബരിമല അയ്യപ്പൻ എന്നെ കൊണ്ട് ഇവിടെ 18 പടി കെട്ടിച്ചു, സ്ത്രീകളെ കൊണ്ട് കെട്ടേറ്റടാന്ന് പറഞ്ഞു. കണ്ടോ? അപ്പൊ അയ്യപ്പന് മനസ്സിലായി അവിടെ എന്തായാലും മാറ്റാൻ പറ്റില്ല, എന്നാൽ ഇവിടെ മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ എന്തായാലും ഇവിടെ അയ്യപ്പൻ നമ്മൾ 18 പടി കയറി. നമ്മുടെ അയ്യപ്പൻ നല്ല കൺട്രോളാ, ഒരു കുഴപ്പമില്ല. ആര് വന്നാലും ഞാൻ എങ്ങനെയാണോ അതേപോലെ നമ്മുടെ അയ്യപ്പന് നിൽക്കും നെഞ്ചുറച്ച്. നമസ്കാരം. സുഭാഷേ, എന്റെ പണം ഈ 9 ലക്ഷം രൂപ നീ എനിക്ക് തന്നില്ലെങ്കിൽ നിനക്ക് അറിയത്തില്ല. നീ ഇനി മുട്ട ഉടച്ചാലും നീ എന്തൊരു പറി ഉടച്ചാലും നിന്നെ ഞാൻ പൊക്കും പോലെയാടി മോനെ, കേട്ടല്ലേ? ഇത് പഠിക്കുകയും അവിടെ ചെന്ന് പട്ടം കൊടുക്കുകയും ചെയ്യും. ആ കോണം കൂടി പറഞ്ഞ വാങ്ങിച്ചോ, പഠിച്ചെടുക്കട്ടെ സാർ, എന്നിട്ട് പറയാം. പറഞ്ഞ ഒരു കോണം കൂടി വാങ്ങിച്ചോ, അപ്പൊ കെട്ടുകയും ചെയ്യാം. അങ്ങനത്തെ ഡ്രസ് ഒന്നുമില്ല അവരിടുന്നത്, അവര് മുണ്ടാടുന്നത്. അതിന്റെ അടിയിലോ പൊക്കാണ്ട് കാണാലോ. പൊക്കണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ ശ്രദ്ധിച്ച കാണാം. നിങ്ങൾ പറയുന്നത് നല്ല മനുഷ്യൻ കൗപീനമല്ല ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളവിടെ സംഭവം റെഡി എന്ന് പറയാം. നാളെ മുതൽ ബിന്ദു ചെല്ലുമ്പോ നോക്ക്, മുണ്ട് പൊക്കണ്ട, അല്ലാതെ നേരിടിക്കും. അവരതാണ് കൊടുത്താണെങ്കിൽ അവരെ കാണിച്ചിരിക്കും, ഒരു തർക്കമില്ല കാര്യം. നല്ല ആളെന്ന് പറഞ്ഞ അയാളുടെ ഒരു ഫോട്ടോ കൂടെ കൊണ്ടുവച്ച് വെക്കേ, ഞാനൊന്ന് തൊട്ട് തൊഴട്ടെ. ചേച്ചി, ആള് നല്ല ആളെന്ന് പറയുന്നില്ലേ? ആ ആള് ധർമ്മദേവത, ചേച്ചി ധർമ്മദേവത അച്ഛൻ വഴിക്ക് ഏതാണ് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്ത് ഗൈഡ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഗൈഡ് ചെയ്തിട്ടില്ലല്ലോ. നിങ്ങളോട് ഞാൻ കാര്യം പറഞ്ഞു. ഞാനിവിടെ എനിക്ക് പേടിയില്ലെങ്കിൽ ഈ കോള് ഞാൻ എടുക്കേണ്ട കാര്യമില്ല. നിങ്ങളോട് കാര്യം പറഞ്ഞു, അത് മനസ്സിലാക്കുക. അല്ലാതെ പേടിച്ചിട്ടല്ല കെട്ടേന്. പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അങ്ങനെ പേടിക്കേണ്ട ഒരാളല്ല ഞാൻ. ആരാണെന്ന് നിങ്ങൾ ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്നെ വിളിക്കുക. എനിക്ക് സംസാരിക്കാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നത്. എനിക്ക് എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് തിരക്കിലായതുകൊണ്ട് ഇങ്ങനെ വേസ്റ്റ് കോളുകൾ എടുത്ത് സമയം കളയാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഫോൺ കട്ട് ചെയ്യുന്നത്. ഓക്കെ, വാർത്താ ലിങ്കുകൾ എനിക്ക് അയച്ചു തരുന്നുണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളെ കുറിച്ച്. ഈ ലിങ്ക് കണ്ടിട്ടൊരു അത്ഭുതവും എനിക്ക് തോന്നിയില്ല. കഴിഞ്ഞ 10 വർഷത്തിലധികമായി നാട്ടുകാരെ പറ്റിക്കുന്നതിന് വിശദാംശങ്ങൾ പല വാർത്തകളിലൂടെ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് ഇതൊരു അത്ഭുതവും തോന്നിയില്ല. എനിക്ക് അത്ഭുതം തോന്നിയത് ഇത് മറ്റു മാധ്യമങ്ങളും ഏറ്റെടുക്കാൻ തുടങ്ങിയല്ലോ എന്നോർത്തിട്ടാണ്. അടിമുടി തട്ടിപ്പും ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ആളാണെന്നും മണി ചെയിൻ മോഡലിൽ നാട്ടുകാരിൽ നിന്ന് പണം പിരിക്കാൻ വേണ്ടി ചാരിറ്റിയുടെ പേരിൽ നന്മമരം അഭിനയിക്കുകയാണെന്നും വ്യക്തമായ തെളിവുകളോടെ പല വാർത്തകളിലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒന്നും അയാൾ നടത്തിയിട്ടില്ല. നാട്ടുകാരെ പറ്റിച്ച് എങ്ങനെയെങ്കിലും പണമുണ്ടാക്കുക എന്നതല്ലാതെ മറ്റൊരു ലക്ഷ്യവുമില്ല. ഇയാളെക്കുറിച്ച് വിശദമായി പഠിച്ച് വളരെ ശാസ്ത്രീയമായി വിലയിരുത്തി രേഖകളുടെ അടിസ്ഥാനത്തിൽ പരമ്പര പ്രസിദ്ധീകരിക്കുന്നു. 4 ദിവസങ്ങളായി വിശദമായി തന്നെ നമ്മുടെ മറ്റ് ചാനലുകളും പത്രങ്ങളും ഇനിയെങ്കിലും കണ്ണു തുറക്കുമെന്നും നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഇയാളുടെ ഉഡായിപ്പിന് അറുതി വരുമെന്നും ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇത്തരത്തിൽ ഒരുപാട് തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും നമ്മുടെ ചുറ്റുമുണ്ട്. അവരിൽ പലരും നന്മമരങ്ങളായി അഭിനയിക്കുകയാണ്. അവരിൽ ചിലരൊക്കെ പൊട്ടിത്തകർന്ന് താഴെ വീണാലും അവരെക്കുറിച്ച് വാർത്ത എഴുതുന്ന നമ്മുടെ മാധ്യമങ്ങൾക്ക് ഭയമാണ്. പക്ഷെ നമ്മുടെ ചാനലുകളോ പത്രങ്ങളോ വാർത്ത കൊടുക്കുന്നില്ല.
ഇന്നല്ലെങ്കിൽ നാളെ ഇയാളുടെ കള്ള ബിസിനസ് സാമ്രാജ്യം തകരുമെന്ന് ഉറപ്പ്. കാരണം ഇയാൾ മണി ചെയിൻ മോഡൽ ബിസിനസ്സാണ് ചെയ്യുന്നത്. അതിലും എമ്പാടും ഉഡായിപ്പ് മണമുണ്ടെന്ന് തോന്നാൻ പോലീസിന്റെ ഇൻട്രോഗേഷനോ വക്കീലിന്റെ സ്പെക്കുലേഷനോ വേണ്ട എന്ന് അഡ്വക്കേറ്റ് മുകുന്ദൻ ഉണ്ണി പറഞ്ഞിട്ടുണ്ട്. മേലനങ്ങാതെ കാശുണ്ടാക്കാമെന്ന് വെറുതെ തോന്നിയാൽ എന്തുഡായിപ്പും ചെന്ന് തലയിടാൻ തയ്യാറായ ബുദ്ധിയേറിയ മലയാളിയുടെ കയ്യിൽ കാശുള്ള കാലത്തോളം ഇനിയും അവതരിപ്പിച്ചുകൊണ്ടിരിക്കും. അല്പസ്വല്പം ചാരിറ്റി ഷോ കൂടി ഉണ്ടെന്നാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടതില്ല. മലയാളിയുടെ വീക്ക്നെസ്സുകളെ പറ്റിയും അവഗാഹമാണ് അയാളുടെ മൂലധനം. 50 രൂപ കൊറിയർ ചാർജ് അടക്കം വിൽക്കാൻ നോക്കുന്നെങ്കിൽ അതിന് പിന്നിൽ വേറെന്തോ ജേർണലിസ്റ്റിക് ഇൻവെസ്റ്റിഗേഷൻ വേണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ മാധ്യമ പ്രവർത്തനത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയാണ് പറഞ്ഞു കളയും ചിലർ. സത്യന്തരം മറുനാടനെ മഞ്ഞപ്പത്രം എന്ന് വിളിക്കുന്ന ആളുകളിൽ ഇവിടുത്തെ മുഖ്യധാര ചാനലുകളും പത്രങ്ങളും കൊടുക്കാൻ മടിക്കുന്ന വാർത്തകൾ കൊടുക്കുന്നത് കൊണ്ടാണ്. അത് മുമ്പ് സൂചിപ്പിച്ച മരണം സംഭവിച്ചാൽ ഒരുത്തനും വാർത്ത കൊടുക്കില്ല. ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ തുറന്നു കാണിക്കുന്നത് കൊണ്ടാണ് മറുനാടൻ സാധാരണ മനുഷ്യരുടെ പ്രതീക്ഷയായത്. അതിനെ പരിഹസിച്ച് ചിരിച്ചിട്ടൊന്നും കാര്യമില്ല. ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ആയിരക്കണക്കിന് സ്റ്റോറികളിൽ ഒന്ന് മാത്രമാണ്. അപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി കൈയടിക്കാൻ നിങ്ങൾക്ക് മടിയാണ്. നിങ്ങൾ കൈയടിച്ചാലും ഇല്ലെങ്കിലും സത്യമറിയാവുന്ന മനുഷ്യർക്ക് അതറിയാം. അവർ കൈയടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് മറുനാടൻ നിലനിൽക്കുന്നത്. 100% സാക്ഷരതയുണ്ടെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ സാമ്പത്തിക സാക്ഷരത എത്ര താഴ്ന്നതാണെന്ന് മനസ്സിലാക്കാൻ തട്ടിപ്പുകാരന് കിട്ടുന്ന അംഗീകാരം മാത്രം നോക്കിയാൽ പോരെ. എന്റെ അറിവിൽ അയാൾ നടത്തുന്ന തട്ടിപ്പുകൾ എല്ലാ മാധ്യമങ്ങൾക്കും അറിയാമെങ്കിലും മറുനാടൻ ഷാജൻസ്കറി ഒഴിച്ച് ഒരു മാധ്യമവും ഇന്ന് വരെ ഒരു സ്റ്റാമ്പ് സൈസ് വാർത്ത പോലും കൊടുത്തിട്ടില്ല. അയാൾക്കെതിരെ യാതൊരു കേസുകളും ഇല്ല എന്നാണ്. അത് തന്നെ നുണയാണെന്ന് അവൾ പരാതികളില്ലാതെ കേസെടുക്കാൻ താല്പര്യമില്ല എന്നതാണ് സത്യം. അയാളുടെ ഫാൻസ് മതി പരാതിക്കാരനെ വീട്ടിൽ കയറി വെട്ടിക്കൊല്ലാൻ എന്നതാണ് കേരളത്തിന്റെ അവസ്ഥ. കേരളത്തിൽ മാത്രമേ ഞാൻ ഒരു പ്രതിഭാസം കണ്ടിട്ടുള്ളൂ. അതായത് ഫ്രോഡാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പൊതുജനങ്ങളെ 90% റോഡിൽ കാണുന്ന ഊളകൾ വരെ പോലുള്ള ക്രിമിനലുകളെ അംഗീകരിച്ച് ചേർത്ത് പിടിക്കുന്നത്. അത് ചാരിറ്റി വേഷം കെട്ടിയായിരിക്കും. ചാരിറ്റിക്കിറക്കിയ പണം പാവങ്ങളെ പറ്റിച്ച് കാശല്ലേ എന്ന് ചോദിച്ചു പോയാൽ നീ കൊടുത്തോ എന്ന് മറു ചോദ്യവും തന്തയ്ക്ക് വെളിയും ഉറപ്പാണ്. കേരളത്തിന് വെളിയിൽ ഫ്രോഡുകൾക്ക് സാമൂഹ്യ അംഗീകാരം രാഷ്ട്രീയത്തിൽ മാത്രമേ കിട്ടൂ. അതുപോലുള്ള ഫ്രോഡ് ക്രിമിനൽസിനെ ആരും പിന്തുണയ്ക്കില്ല. കൊച്ചെ തട്ടിപ്പ് നടത്തി സുഖിച്ച് ജീവിക്കുകയായിരുന്നു എന്നറിയാൻ അഴിമുഖത്തിന്റെ സമഗ്രമായ അന്വേഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല. അയാളെ ശ്രദ്ധിച്ചാൽ മതി. എന്റെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് അനുഭവജ്ഞാനം വെച്ച് പറയട്ടെ, ഒരു സീരിയസ് ബാങ്കറും അവന്റെ പിൻ സ്ട്രൈപ്പ് സൂട്ട് കോംപ്രമൈസ് ചെയ്യില്ല എന്ന് മാത്രമല്ല അവന്റെ കോർണർ ഓഫീസിന് വെളിയിൽ അധിക സമയം പുറത്തു പോകില്ല. മറ്റൊന്ന്, അവരെ ഒരിക്കലും പൊതുവേദികളിൽ പാട്ടും കൂത്തും അലവലാതി കിടക്കുന്ന ഡാൻസിനും കാണാൻ കിട്ടില്ല എന്ന് മാത്രമല്ല പിങ്ക് ഡെയിലീസ് ആൻഡ് ബിസിനസ് ജേർണലിസത്തിനും പോർട്ടലിനും വെളിയിൽ അവരെ സംബന്ധിച്ച വാർത്ത പോലും വരില്ല. അവരുടെ രീതി അങ്ങനെയാണെന്നറിയാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോലുള്ള അലവലാതിയെ കാണാത്ത ദിവസമുണ്ടോ? 2-3 വർഷത്തിനുള്ളിൽ പൊട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നാട്ടുകാർ അറിയൂ. അതുവരെ പരസ്യം വാങ്ങി മാധ്യമങ്ങൾ അവരുടെ റോൾസ് റോയ്സിനും പോർഷയും കാട്ടി അളിഞ്ഞ ബാക്ക്ഗ്രൗണ്ടും തട്ടിപ്പ് മാത്രം ഇക്വിറ്റിയുള്ള ഇവനെ ബില്യനേഴ്സ് ആക്കും. സാധാ മല്ലു ഫള്ളൂസ് അധ്വാനിച്ച കാശ് ഇവന്മാരെ ഏൽപ്പിച്ച് മയ്യത്താകും. കടകളിലെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വിൽക്കണമായിരുന്നു. സോപ്പ്, ചീപ്പ്, സൂര്യ സോപ്പ് എന്ന് പറഞ്ഞ സോപ്പുണ്ട് ആവിട്ടത്തോർന്ന് തന്നെ. ആ സോപ്പ്, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി മിക്സറുകൾ, പെരുമ്പാവൂരിന്ന് മിക്സറുകൾ എടുത്ത് ഒരുപാട് ഒരു കട എനിക്ക് കടയുണ്ടായ ആളാ. എന്റെ കടയിലൊക്കെ കൊണ്ടു തന്നെ സാധനമായിരുന്നു ഉള്ളു. വ്യക്തമായിട്ടൊന്ന് പറയാമെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്താലോ? വേണ്ട, റെക്കോർഡും ചെയ്യണ്ട. ഞാനത് സൂചിപ്പിച്ചെന്നുള്ളൂ. റെക്കോർഡും ചെയ്യണ്ട. പേടിയാണോ? പേടിയൊന്നുമില്ല. എനിക്ക് എന്തിനാ പേടിക്കണേ? ഞാൻ എന്തിനാ പേടിക്കണേ? അല്ല, അനുവാദം ചെയ്യുള്ളൂ. പേരൊന്നും പറയാ, പേടിക്കണ്ട. ഞാനോട് പേര് അതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇവിടെ വന്ന് അന്വേഷിച്ച പുള്ളിനെ കുറിച്ച് അറിയാം. മൂക്കന്നൂർ വന്ന് അന്വേഷിച്ചത്. ഇപ്പൊ പുള്ളിയുടെ അനിയനാണ് ആ വീട്ടിൽ താമസിക്കണേ, തറവാട് പോലത്തെ സ്ഥലത്ത്. ചേട്ടൻ അവിടെ ഒരു അമ്പലമായിട്ട് ഇരിപ്പുണ്ട്, സുരേഷ് എന്ന് പറഞ്ഞ ആള്. ചേട്ടന്റെ പേരെന്താണ്? ചേട്ടൻ സുരേഷ്. ചേട്ടൻ സുരേഷ്. എന്തുവാണ്, അമ്പലമാണോ? അമ്പലം എന്ന് പറഞ്ഞത് അമ്മാദേവി എന്ന് പറഞ്ഞ ആരാണ്ട് കൂടിയിരുത്തി പുള്ളി മരുന്നും ഈ മന്ത്രം കൊടുത്ത ആളെ പറ്റിക്കുന്ന ഒരു പരിപാടിയാ. എല്ലാരും പറ്റിയതാണോ? ദൈവമേ. അമ്മാദേവി. പിന്നെ അനിയന് ചെയ്യാത്ത ബിസിനസ് ഇല്ല, മീൻ കച്ചവടം, ജാതി കച്ചവടം. ഇപ്പൊ ലോട്ടറി കച്ചവടം. ലോട്ടറി കച്ചവടം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഇത് ആള് വെടിപ്പാണോ? ആള് നിങ്ങള് പറഞ്ഞിട്ട് ഇവന് 2-3 വർഷം കൊണ്ട് പിന്നെ തന്ത്രിയായത്? പുള്ളി ഓടക്കാലിലെങ്ങാണ്ട് ഇത് പഠിക്കാൻ വേണ്ടത് എനിക്ക് തോന്നുന്നു. ഓടക്കാലി, എന്റെ അറിവ് അങ്ങനെയാണ്. ഓടക്കാലി അല്ലേ? ഓടക്കാലി. ഓക്കെ 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 ഓക്കെ. അത് കഴിഞ്ഞാൽ പുള്ളി കിടങ്ങൂര് വെച്ച ജ്യോതിഷം തുടങ്ങി, പിന്നെ കിണവ് സാധനം കാണാൻ തുടങ്ങി, പിന്നെ വീട് പിന്നെ സാധനം കാണാൻ തുടങ്ങി. അത് കഴിഞ്ഞാൽ പിന്നെ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഉള്ള കൺസൾട്ടിങ് 2000-3000 ഒക്കെ ആയിരുന്നു.
ഇപ്പൊ 3500 പറയുന്നത് കേട്ടു. അല്ല ഇപ്പൊ 3500 വിളിച്ചു ചോദിച്ചാൽ അവിടെ അങ്ങോട്ട് സ്റ്റാഫ് ഒക്കെ ഉണ്ട്. ആ സ്റ്റാഫ് പറയുന്നത് 3500 എന്താ അവിടെ കണ്ടാ വയ്യ. എന്തോ പുഴയാ. അങ്കമാലി അല്ലല്ലോ ഇപ്പൊ അമ്പലം ഇരിക്കുന്ന പുള്ളിയുടെ. എന്തോ അതന്നെ അങ്ങനെയുള്ള ക്ഷേത്രമാണ് ഇവിടെ. പക്ഷേ താന്ത്രിക രീതിയിലൊന്നും അല്ല പ്രതിഷ്ഠിച്ചിരിക്കുന്നതൊക്കെ. എന്നും ഉത്സവമാണ്. ഒരുപാട് ആൾക്കാർ. ഈ പുള്ളിക്ക് SND മറ്റേ പുള്ളിക്കാരനും പറഞ്ഞ SND ഇവിടെ സർട്ടിഫിക്കറ്റ് ഇല്ല. ഈ പുള്ളി ഈ ദേശത്തുള്ള ആളല്ല. ഈ കിടങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലെ മൂക്കന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ വന്ന് താമസമായിരുന്നു. പക്ഷെ പുള്ളിയെ അമ്മ നേരത്തെ മരിച്ചുപോയി. അച്ഛൻ ഒരു കുടിയനും ഒരു മുട്ടപ്പോക്കാരനായിരുന്നു. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു മൂല്യവേദന പുള്ളിനെ വിളിക്കണേ. ഈ പുള്ളിക്ക് പിന്നെ മെമ്പർഷിപ്പ് ഇല്ലെന്നൊക്കെയാണ് പറയുന്നത്. അതുണ്ടാവൂല. അന്ന് ഇവിടെ മുക്കനൊരു SNDP അത്ര ശക്തമല്ല. ആകെ ഒരു ശാഖ മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ വൈഫ് പിന്നെ ഓക്കെ ആണെന്നാ പറയുന്നത്. വൈഫ് SNDP-കാരിയാണെന്നാ. വൈഫ് എവിടെയാണ്? കല്ലൂരാണ്. കല്ലൂര് എറണാകുളത്ത് നിന്നാണ് വിവാഹം കഴിച്ചത്. എറണാകുളത്ത് മറ്റേ നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ അപ്പുറത്താണ് വീട്. ഞാൻ കല്യാണത്തൊക്കെ ഞാൻ പോയേക്കണ ആളാ. ആണോ? ഈ സാമ്പത്തികമുള്ളവനായിരുന്നു ഇവൻ ഭയങ്കരമായിട്ട്. ഇവൻ പറയുന്നത് സാമ്പത്തികം ഈ ബിസിനസ് കൊണ്ടുള്ള സാമ്പത്തികം ഉണ്ടായിട്ടുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ഇവൻ പറഞ്ഞു ഈ ബിസിനസ്സിൽ നഷ്ടം വന്നപ്പോ പുള്ളി ഓരോ ജ്യോതിഷന്മാരുടെ അടുത്ത് പോയി ഇങ്ങനെ കാശ് കൊടുത്ത് പുള്ളിക്ക് ഇത് ലാഭമെന്ന് തോന്നി പരിപാടി. അത്രേ ഉള്ളൂ. അതിനകത്ത് കഥ അത്രേ ഉള്ളൂ. അത് ശരി അമ്മോ സംഭവം അല്ലേ? അല്ല പുള്ളിയൊക്കെ ബിസിനസ്സുകാരനായി. ഭയങ്കര ഭയങ്കര തൊലിക്കട്ടിയാട്ടോ. അതാണ് അതിന്റെ കാര്യം. പുള്ളി ഇങ്ങനെ ഓരോ ബിസിനസ് രക്ഷപ്പെടാൻ ഓരോ ജ്യോതിഷന്മാരുടെ അടുത്ത് പോയി അപ്പൊ ചെന്ന് ചോദിക്കുമ്പോ 10, 200, 300 കൊടുക്കൂല. അതെ നമ്മളിപ്പോ ഒരു ജ്യോതിഷന്റെ അടുത്ത് ചെന്ന് ചോദിക്കുമ്പോ എന്തെങ്കിലും വെച്ചേക്കാൻ പറയുമ്പോ എങ്ങനെയായാലും 100 കുറഞ്ഞ ആരും വെക്കില്ല. പൈസ ചോദിച്ചില്ലെങ്കിലും. അതെ 100% വെക്കാതിരിക്കത്തില്ല. എങ്ങനെ വെച്ചാലും ഇന്നത്തെ കാലയളവ് അനുസരിച്ച് അതിൽ എന്തെങ്കിലും കൊടുക്കും. സംശയമില്ല. ഏറ്റവും കൂടുതൽ 500 രൂപ വെക്കും. 500 ഇപ്പൊ 500 വെക്കുമായിരിക്കും. 500 വെക്കുമോ? എന്നാലും ഉണ്ട്. 10 ആളാവുമ്പോ 5000 ഒരു ദിവസം വരുമാനം. 10 അത് ശരിയാ. പുള്ളി നോക്കിയപ്പോ ആ വരുമാനം കൂട്ടി. ജ്യോതിഷമൊന്നും പഠിച്ചിട്ടില്ല. അതല്ലേ കോടക്കാലിൽ എവിടെ പോയിരുന്നു പുള്ളി? അവിടെ കണ്ട ഒരിടത്ത് ഇവിടെ എന്തോ ചേർത്തലയോ പൂച്ചാക്കൽ എന്ന് പറയുന്നത്. ചേർത്തല പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഓടക്കാലിൽ പോയിരുന്നു. അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് വരുമ്പോ സെയിലിന് വരുമ്പോ. ഓടച്ചാലോ? അതെവിടെ ഈ സ്ഥലം? ഓടക്കാലി പെരുമ്പാവൂര്. സുഭാഷ് ചന്ദ്രയുടെ അച്ഛൻ്റെ അച്ഛൻ ശ്രീ നാരായണ ഗുരുസ്വാമിയുടെ ആലുവയിലുള്ള അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ക്ഷൗരക്കാരനായിരുന്നു. പുള്ളിക്കാരൻ അവിടെ സ്ഥിരം ക്ഷൗരം ചെയ്യുന്ന ജോലിയായിരുന്നു. അത് കഴിഞ്ഞ് ശ്രീനാരായണ ഗുരുസ്വാമികൾ എപ്പോഴൊക്കെ ആലുവ അദ്വൈതാശ്രമത്തിൽ വരുമോ അവിടെ വന്ന് ശ്രീനാരായണ ഗുരുസ്വാമിയുടെ ഇപ്പോഴത്തെ ബാർബർ ഷോപ്പ് ചെയ്യുന്ന പണികളെല്ലാം ചെയ്ത് ആവശ്യമുള്ള പൈസയും കൊടുത്താണ് ശ്രീനാരായണ ഗുരുസ്വാമി ആ ക്ഷൗരക്കാരനെ പറഞ്ഞയച്ചിരുന്നത്. സുഭാഷിൻ്റെ അച്ഛൻ ആ തൊഴിലുമായിട്ട് നാട് നീളെ നടന്നതായിട്ടാണ് അറിയുന്നത്. അങ്ങനെ നാട് നീളെ നടന്നതിൽ കിട്ടിയ ഒരു കുട്ടിയാണ് സുഭാഷ്. ആ ഒരു ദേഷ്യം പുള്ളിക്ക് ഇപ്പോഴും മനസ്സിൽ കിടപ്പുണ്ട്. ക്ഷൗരക്കാരനായ ആളിൻ്റെ മകനായി ജനിച്ചതിലുള്ള ഒരു അപകർഷതാ ബോധമാണ് പുള്ളി പലപ്പോഴും പ്രകടിപ്പിക്കുന്നത്. പുള്ളിക്ക് പൂജ അറിയാം എന്നുള്ള വ്യാജേന പല ആൾക്കാരെയും പറ്റിച്ച് ധനം നേട്ടമുണ്ടാക്കുന്നതിന് വേണ്ടി പല അഭ്യാസങ്ങളും പുള്ളി ചെയ്യുന്നുണ്ട്. ഇവിടെ 2 തിരി വെച്ചത് കണ്ടോ? ആ 2 തിരി എന്താണ് ഉദ്ദേശിക്കുന്നത്? 2 തിരി സന്ധ്യക്കും പ്രഭാതത്തിലും പ്രദോഷ സന്ധ്യക്കും പ്രഭാത സന്ധ്യയിലും മാത്രമേ 2 തിരിയിട്ട വിളക്ക് കത്തിക്കാവൂ. എന്താ തിരിയുടെ ഉദ്ദേശം? ഒന്ന് സൂര്യനാണ്, ഒന്ന് ചന്ദ്രനാണ്. സന്ധ്യക്ക് കത്തിക്കുന്ന വിളക്ക് കിഴക്കുഭാഗത്തെ തിരി ചന്ദ്രനും പടിഞ്ഞാറ് ഭാഗത്ത് അസ്തമിച്ചു പോകുന്ന സൂര്യനുമാണ്. പ്രഭാതത്തിലെ തിരി ഉദിച്ചു വരുന്ന സൂര്യന് കിഴക്കുഭാഗത്തും
അസ്തമിച്ചു പോകുന്ന ചന്ദ്രന് പടിഞ്ഞാറ് ഭാഗത്തുമാണ്. 2 തിരി. 5 തിരിയോ പഞ്ചഭൂതങ്ങൾക്കാണ്. പൃഥ്വത്തേജോ വായുവാകാശങ്ങൾക്ക്, പഞ്ചഭൂതങ്ങൾക്കാണ് 5 തിരിയിട്ട വിളക്ക്. 5 തിരിയിട്ട വിളക്ക് വീട്ടിന്റെ വരാന്തയിൽ കത്തിക്കണം, വീട്ടിന്റെ അകത്ത് കത്തിക്കരുത്. 5 തിരിയിട്ട വിളക്ക് പുറത്ത് കത്തിക്കണം. 7 തിരിയിട്ട വിളക്ക് 7 ലോകത്തിലുള്ള മനുഷ്യരോടാണ്. 7 ലോകത്തുള്ള മനുഷ്യരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. എന്താണ് ഈ പ്രാർത്ഥനയും ഉത്സവവും വളരുമ്പോൾ വളരേണ്ട ലക്ഷ്യം വെക്കുന്നത്? എന്താ? ദൈവം ശക്തിപ്പെടുവെന്നാണോ? നമ്മൾ വിചാരിച്ചിട്ട് ദൈവത്തെ ശക്തിപ്പെടുത്താൻ പറ്റുമോ? എന്താണ് വളരേണ്ടത്? PSCക്ക് പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു മലയാള വ്യാകരണമുണ്ട്. അത് അമേനാമം മേനാമം എന്നതാണ്. സ്കൂളിൽ പഠിച്ചവർക്കറിയാം അമേനാമം മേനാമം. മേനാമം എന്ന് പറയുന്നത് കൈകൊണ്ട് തൊടാനും കണ്ണുകൊണ്ട് കാണാനും അളക്കാനും തൂക്കാനും പറ്റിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെ പേരുകളെയാണ് മേനാമം എന്ന് പറയാ. ഒരു മൈക്ക്, ഒരു വാച്ച്, ഒരു പേന, ഒരു ബൾബ്, ഒരു ഫാന്, ഇതൊക്കെ മേനാമങ്ങളാണ്. കാണാം, എണ്ണാം, അളക്കാം. 1 കിലോ അരി മേനാമം. എന്നാൽ കാണാനും തൂക്കാനും അളക്കാനും പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. 1 കിലോ സത്യം കിട്ടുമോ? 2 മീറ്റർ സ്നേഹം കിട്ടുമോ? 1 ഹെക്ടർ ധർമ്മബോധം കിട്ടുമോ? 5 സെന്റ് ദയ കിട്ടുമോ? കാരുണ്യം കിട്ടുമോ? ഇതൊന്നും കാണാൻ പറ്റുന്നതല്ല, അളക്കാൻ പറ്റുന്നതല്ല, തൂക്കാൻ പറ്റുന്നതല്ല. മനുഷ്യന്റെ വികാസം എന്ന് പറയുന്നത് അമേനാമങ്ങളുടെ വികാസമാണ്. അമേനാമങ്ങളുടെ പരകോടിയാണ് ദൈവം. ഈ പറഞ്ഞതിന്റെയൊക്കെ പൂർണ്ണതയാണ് ദൈവം എന്ന് പറയുന്നത്. സത്യവും സ്നേഹവും ജ്ഞാനവും ആനന്ദവും ചേരുമ്പോ ഈ അമേനാമങ്ങളുടെ അർത്ഥതലങ്ങളിലേക്ക് ആഴത്തിലെത്തുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സത്യത്തെ അന്വേഷിക്കുവാൻ പുറപ്പെടാനാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് തലച്ചോറുകൾ ഏറ്റവും ഉറപ്പുള്ള എല്ലുകൊണ്ട് പൊതിഞ്ഞിട്ട് അത് ഏറ്റവും നല്ല ന്യൂറോണുകൾ ബന്ധനസ്ഥനായിട്ട് ആ ന്യൂറോണുകളിലെ ചിന്തകൾ കരം കൊണ്ട് പ്രവർത്തിക്കുവാൻ പറ്റിയ ഒരു അസലായിരിക്കുന്ന കമ്പ്യൂട്ടറാണ് മനുഷ്യന്റെ ശരീരം. അല്ലേ? നമ്മുടെ ശരീരം ഒരു അത്ഭുതമല്ലേ? നമ്മൾ മനുഷ്യനായി ജനിച്ചത് തന്നെ ഒരു മഹാഭാഗ്യമല്ലേ? എന്നിട്ട് മനുഷ്യനായി ജനിച്ചിട്ടും വീണ്ടും വീണ്ടും ദൈവത്തോട് വരന്താ വരന്താ എന്ന് ചോദിക്കുന്നത് എന്തൊരു വിഡ്ഢിത്തമാണ്. ഈ വരമെന്ന സങ്കല്പമാണ് പറ്റിച്ചത് നമ്മുടെ രാജ്യം. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞു വന്നത് അപ്പക്കാള കിട്ടൻ്റെ, തമിഴ്നാട്ടിൽ നിന്നും വന്ന അപ്പക്കാള കിട്ടൻ്റെ ചെറുമകനും അതുപോലെ തേങ്ങാക്കള്ളനും അടയ്ക്കാക്കള്ളനുമായ മുതുമൂരിയുടെ മകനെന്ന സങ്കല്പത്തോടു കൂടിയും അമ്മട്ട് താത്തയുടെ സങ്കല്പത്തോടു കൂടിയുമായ എലിസ്വാമികൾ അല്ലെ വെഡിസ്വാമികൾ ഇറച്ചി മീനും പോത്തും കാളയും ഒക്കെ തട്ടിയിട്ട് ക്ഷേത്രമാണെന്നും പറഞ്ഞ് ഒരു ഷെഡിൽ വന്ന് അനധികൃതമായിട്ടുള്ള തീവ്രവാദ സംഘടനകളിൽ നിന്നും ഹിന്ദുക്കളെ പറ്റിക്കുകയും അല്ലാതെ ഹിന്ദു ക്ഷേത്രങ്ങളെ നീചമായിട്ട് പറഞ്ഞുകൊണ്ടും നിങ്ങളുടെ മുമ്പിലെത്തുന്ന ഈ 8:30-ക്ക് ചാവാലി പെട്ടിയെ പോലെ എത്തുന്ന നിങ്ങളുടെ എന്താണ് വെഡിസ്വാമി അല്ലെ എലിസ്വാമി, അതിൽ ഇന്ന് നല്ലൊരു രസമുണ്ട്. അവൻ ചെയ്തതിൽ സന്തോഷവുമുണ്ട്. എൻ്റെ ചാനലിന് അവൻ സ്ട്രൈക്ക് തന്നിരിക്കുകയാണ്. എൻ്റെ കാര്യങ്ങൾ കേൾക്കുന്നത് ഏറ്റവും കൂടുതൽ അവിടുത്തെ SDS സംഘടനയും അതുപോലെ ഫസ്റ്റ് പ്രിവ്യൂ അല്ലെങ്കിൽ ഫസ്റ്റ് ആദ്യം ഇത് പോയാൽ രാത്രിയാണെങ്കിലും എപ്പോഴാണെങ്കിലും പിള്ളേർ കയറ്റിവിടുമ്പോൾ അതാദ്യം കാണുന്നത് ഇവനാണ്. അതിനുശേഷം അവിടുത്തെ എല്ലാ ആൾക്കാരും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാമല്ലോ, ഒരു ചാനലുള്ളപ്പോൾ അറിയാമല്ലോ. കോക്കോ അങ്ങനെ ധാരാളം പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊരു പേടിത്തൂറിയാണ് ഇപ്പം. കാരണം പേടിയുണ്ട്. ഇവൻ്റെ തന്ത പറഞ്ഞിരിക്കുന്നത് പേടിച്ചാൽ ഇവിടെ പോയി വിളിക്കാമെന്നാണ്. ആരോഗ്യപരമായിട്ടുള്ളൊരു മത്സരം നടക്കുമ്പോൾ നമ്മൾ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവൻ എൻ്റെ ചാനൽ കയറി സ്ട്രൈക്ക് ചെയ്തു. ഇത് കാണുന്ന ആൾക്കാരോട് ഞാൻ പലവട്ടം പറഞ്ഞു, എൻ്റെ ചാനലിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, സത്യങ്ങൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മനസാക്ഷിയെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു താല്പര്യമെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ലൈക്കെങ്കിലും തരണേന്ന്. അപ്പോൾ ചില ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ ലൈക്ക് തരാൻ എന്താണെന്ന് ചോദിച്ചാൽ ആരാന്ന് അറിയുമോ ഇല്ലയോ എന്നൊക്കെ അവരറിയുമോ എന്ന് ഉള്ളത് കൊണ്ടാണ് തരാത്തത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ സുഹൃത്തേ, ഞങ്ങളതൊന്നും അത്ര ശ്രദ്ധിക്കാറില്ല. പക്ഷേ എങ്കിൽ ഈ ചാനൽ പോകാതിരിക്കാൻ വേണ്ടി ഞാനൊരു സമ്പാദ്യത്തിനോ
സമ്പത്തിനോ ഇതിൽ നിന്ന് കോടീശ്വരനാകാനോ ഒന്നും വേണ്ടിയല്ല ചാനൽ തുടങ്ങിയിരിക്കുന്നത്. എൻ്റെ എല്ലാ ചാനലും അങ്ങനെ തന്നെയാണ്. കാരണം എൻ്റെ അഭിപ്രായങ്ങൾ വരുമ്പോൾ ഞാൻ പറയുക എന്ന് മാത്രമല്ലാതെ മറ്റൊന്നും ചെലുത്താറില്ല. പിന്നെ ഇവൻ്റെ ഇതിൽ വന്നിരിക്കുന്ന ഇവൻ്റെ വീഡിയോയിൽ വന്നിരിക്കുന്ന വീഡിയോ ഞാൻ എടുത്ത് അത് ആമ്പല്ലൂരുകാരുടെയും തൃശ്ശൂരുകാരുടെയും കൊടകര സുമിയുടെ പൂജയും ഇവൻ്റെ പൂജയും അതുപോലെ തന്നെ പിന്നെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും എല്ലാം ഇത് കാണിച്ചുകൊണ്ട് തന്നെ തെളിവ് സഹിതം നിങ്ങൾക്ക് തന്നുകൊണ്ടാണ് ഇപ്പോൾ അവൻ സ്ട്രൈക്ക് അടിച്ച് കോപ്പിറൈറ്റ് അടിച്ച് സ്ട്രൈക്ക് അടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയെങ്കിലും മനസ്സുണ്ടെങ്കിൽ ഓരോ ലൈക്കോ ഒരു ഹൈപ്പോ തന്നാൽ വലിയ ഉപകാരമാണ്. നിങ്ങളുടെ മനസാക്ഷിക്കൊത്തു മതി. പക്ഷേ എങ്കിൽ ആരും ലൈക്ക് ചെയ്തില്ലെങ്കിലും സത്യമെന്ന പരമാർത്ഥം അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും പിന്നെ സിനിമാ ഭാഷയിൽ പറഞ്ഞാൽ പോലും എത്ര ഗ്രഹണം ബാധിച്ചാലും ഒരിക്കൽ സൂര്യൻ പുറത്തു വരും എന്നുള്ളത് എനിക്കുത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ ചാനൽ ഞാൻ നിരന്തരമായിട്ട് ചെയ്യുകയും ഈ തട്ടിപ്പ് ഹിന്ദു സമൂഹത്തിന് തീവ്ര ഹിന്ദുക്കളെ അല്ലെങ്കിൽ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ സനാതന ധർമ്മം എങ്ങനെ ഉണ്ടായതാണ്? വേദങ്ങളിൽ നിന്നുണ്ടായതാണ്. വേദമാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത് തന്നെ. അതിന് തട്ടിപ്പായിട്ട് SDS സംഘടനയിൽ നിന്നും സനാതന ധർമ്മ സംഘടന എവിടെയാണ് ഇവൻ്റെ സനാതനമുള്ളത്? ഇവൻ്റെ ചോദ്യങ്ങൾക്ക് ഇവരുടെ പൂജ ഞാൻ ഇട്ടിട്ട് തട്ടിപ്പാണെന്ന് പറഞ്ഞു. ഞങ്ങളെ വ്യക്തമായിട്ട് കാണിച്ചു. ഇവരുടെ പ്രസംഗങ്ങൾ ഞാൻ കേട്ടു. പിറ്റേ ദിവസം തന്നെ എനിക്ക് ലോട്ടറി അടിക്കുന്ന പോലെ അവാക്കന പൂജയിൽ ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേങ്കിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവരാണ് ഈ പറയുന്നതെന്ന് മനസ്സിലാക്കാം. 10 പൂജ വരെ നടത്താനുള്ള പിന്നെ കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്ന് ഞാനല്ല. തട്ടിപ്പുകളും കള്ളങ്ങളും പറഞ്ഞ് നിങ്ങൾ സാക്ഷ്യം പറയിപ്പിച്ചും ഇപ്പോഴും ഒരു 2.5 വർഷമായിട്ട് ഒരു കോഴിക്കോടുകാരനെയും ഒരു എറണാകുളംകാരനെയും വെച്ച് സാക്ഷ്യം പറയുന്നുണ്ട്. 10,000 രൂപ വെച്ച് കൊടുത്തും അതുപോലെ തന്നെ ആഭിചാര പ്രവർത്തനം ചെയ്യുന്ന കൂത്താട്ടുകുളത്തുള്ള ശ്രീധർ എന്ന് പറയുന്ന ആളിന് 1 ലക്ഷത്തോളം രൂപ കൊടുത്തു. ഇവൻ്റെ അടുത്തുള്ള ആളിന് 50,000 രൂപ കൊടുത്തുവാണ്. വ്യക്തമായിട്ടാണ് പറയുന്നത്. കൊടുത്തുവാണ് ഞങ്ങൾ അവന് ആഭിചാര കർമ്മങ്ങൾ ചെയ്യുകയും നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് ഭസ്മം ഇടുകയും വിളിക്കാൻ വരുന്ന വീട്ടിലും അതുപോലെ യോഗം ചെയ്യുന്ന വീടുകളിലും ഒക്കെ ഓരോ സാധനങ്ങൾ ആരും അറിയാതെ രഹസ്യമായിട്ട് ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കാമെന്ന് പറയും. നിങ്ങളെ വലിയ സ്നേഹമായിട്ട് അവിടുന്ന് കാപ്പിയും ബിസ്ക്കറ്റും ഒക്കെ തിന്നാനും തീറ്റിയും നടക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെ ഉദ്ദേശിച്ച് തന്നെയാണ് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഈ തേർഡ് റേറ്റ് ആയിട്ടുള്ള അത് തന്നെയല്ല SNDP സമൂഹത്തിൽ പോലും ഇല്ലാത്ത അല്ലെങ്കിൽ SNDPയുടെ പിന്നെ മാർഗം കൂടി SNDPയിലേക്ക് മാർഗം കൂടിയ വെച്ചാൽ SNDPക്കാർ പോലും 17 അടി മാറ്റി നിർത്തപ്പെടുന്ന ആൾക്കാരൊക്കെയാണ് ഇതിൻ്റെ ഈ സംഘടനയിലും അതുപോലെ തന്നെ കോടിരായം തൊട്ട് താഴോട്ടെല്ലാം അധകൃത വർഗ്ഗക്കാരാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ SNDPയുടെ പൈസ തട്ടിക്കുകയില്ലല്ലോ. അല്ലെങ്കിൽ കള്ളനെ കഞ്ഞി വെച്ചവനാണ്. എവിടെ ചെന്നാലും 5 പൈസ ഉണ്ടെങ്കിൽ അവന് കുനിഞ്ഞെടുക്കാൻ വയ്യെങ്കിലും ആരെ കൊണ്ടെങ്കിലും അവൻ എടുപ്പിക്കും. അത്ര നീചനായിട്ടും തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്നൊരു ശുദ്ധവുമില്ലാതെ ഒരു കലശം കിട്ടുമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാതെ വെറുതെ തട്ടിക്കൂട്ടിയ കല്ലുകൊണ്ട് പിന്നെ അരക്കം സിമെൻറ്റും ഇട്ട ഇതൊക്കെ വെളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ സത്യങ്ങളൊക്കെ വെളിയിൽ വന്നപ്പോൾ ആശാൻ പേടി തുടങ്ങി. 25 ഏക്കറോളം 16, 17, 18 കാലഘട്ടങ്ങളിൽ ഇവൻ സമ്പാദിച്ചു. എവിടുന്ന് സമ്പാദിച്ചു? ഇവനൊരു ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കിയതല്ല. ഇവനെ ബിസിനസ് നന്നാകാൻ വേണ്ടി പല പല ജ്യോത്സ്യന്മാരുടെ കയറി ഇറങ്ങിയപ്പോൾ അവർക്ക് ഇച്ചിരി ചില്ലറ കിട്ടുന്നുണ്ടല്ലോ കണ്ട് ഇവൻ തുടങ്ങിയ സ്വന്തം ചില സ്വയാർജിത സ്വഭാവത്തോട് തന്ത്രി എന്ന് പേരിട്ടു, മേൽശാന്തി എന്ന് പേരിട്ടു. ഇപ്പോൾ അവന് തന്ത്രി എന്ന് പേര് കേട്ടില്ലേ ഉറക്കം വരത്തില്ല. ഇതങ്ങ് അഡിക്റ്റായിപ്പോയി. പറഞ്ഞ് മനസ്സിലായി. ചിലർക്ക് കസേര കൈ കിട്ടിയാൽ അധികാരം കൈ കിട്ടിയാൽ അത് മാറാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് ഇവനൊരിക്കലും ഈ മോഷണം എന്ന് പറയുന്ന കാര്യത്തോടു കൂടി ജെൻസിൽ അരിഞ്ഞു ചേർന്നിരിക്കുന്ന കാര്യത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. അതുപോലെ വേറൊരു പേട്ടി ഇറക്കലുണ്ട്. ഈ പേട്ടി ഇറക്കം ക്രിസ്ത്യാനിയാണെന്നാണ് പറഞ്ഞത്. ആൻഡ് എന്തു ബെന്നി എന്ന് പറയും. വ്യക്തമായിട്ടാണ് പറയുന്നത്. അവൻ്റെ തന്ത പഞ്ചറൊട്ടിപ്പുകാരനാണ്. അബദ്ധത്തിലും കണ്ട് പഞ്ചറൊട്ടിച്ചപ്പോൾ ഈ ബാൽറ്റു കൂട്ടിയ നേരത്തെ പറഞ്ഞിട്ടുള്ള സൈക്കിളിൻ്റെ ബാൽറ്റു എടുത്ത് അവൻ്റെ ആസനത്തിലടിച്ച് വണ്ണം വെച്ച് വീർത്ത് നിൽക്കുന്ന തന്നെയല്ല ആസനമുഖനായിട്ടുള്ള ഒരു നാറിയാണ്. ഇവനൊക്കെ ഇവിടെ വന്ന് ഹിന്ദുത്വത്തോടോ അല്ലെങ്കിൽ അതിനോടോ ചേർന്ന് നിൽക്കാൻ വേണ്ടിയൊന്നുമല്ല വന്നേ. അവരൊക്കെ അവരുടെ ആവശ്യങ്ങൾ കണ്ട് ഇവിടുന്ന് കിട്ടുന്ന നക്കാപ്പിച്ച പൈസയ്ക്ക് പിന്നെ പെണ്ണുങ്ങളെ തൊട്ട് പിന്നെ എന്താ പറയുക തട്ടിയും മുട്ടിയൊക്കെ പോകാൻ വേണ്ടി ഇവനൊരു ആസനമുഖന
കണ്ടിട്ടില്ലേ? ആസനത്തിൻ്റെ മുഖത്തോട് കൂടിയവനാണ് അവൻ. അവനോട് കൂടിയാണ് ഈ സ്ട്രൈക്ക് ചെയ്തത്. നിനക്കുള്ള ഞാൻ തരും. പറഞ്ഞ് മനസ്സിലായില്ലേ? ഇത് ഞാനും ഇവനുമായിട്ടുള്ള കാര്യമാണ്, വിഡ്ഢിസ്വാമിയുമായിട്ടുള്ള കാര്യമാണ്. നിനക്കുള്ള ഞാൻ പ്രത്യേകം വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ നിന്നെ മൈൻഡ് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം ഇനി നിന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ശരിയാകത്തില്ല തന്നെ എനിക്കറിയാം. കാരണം നിൻ്റെ കുറേ ചരിത്രങ്ങളും പൂർവിക കഥകളുമൊക്കെ എനിക്കറിയാം. അത് തന്നെയല്ല, നിനക്കിട്ടുള്ളത് ഓട്ടം തന്നെ കിട്ടും. നീ ഒന്ന് സൂക്ഷിച്ചോ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പ്രാവശ്യം വരും, ആ പ്രവൃത്തി ചെയ്തിരിക്കും. 2-3 പേരെയാണ് ഞാൻ ഉണ്ണി വെച്ചിരിക്കുന്നത്. അതൊന്നും കൈ കിട്ടാത്തത് കൊണ്ട് സാവകാശമാണല്ലോന്നും. അത് ഞങ്ങൾ എങ്ങനെ ആടിവേര് തോന്നേണ്ടിയെന്ന് ഞങ്ങൾക്കെല്ലാം. നിന്നെ നശിപ്പിച്ച് നാറടക്കലാക്കിയിട്ട് ഇവിടത്തുള്ളൂ. നീ ഓരോ രീതിയിലും രക്ഷപ്പെടാൻ നീയോ നിൻ്റെ കുടുംബമോ നീ വിവാഹം കഴിക്കുന്ന മക്കളോ രക്ഷപ്പെടാത്ത രീതിയിൽ അതിനുള്ള തന്ത്രവും മാർഗവും ഞങ്ങൾക്ക് തന്നെ അറിയാം. നീ ഉദ്ദേശിക്കുന്ന വെടിസ്വാമിയല്ല തടിയൂർ കലേഷ് കുമാർ. നീ മനസ്സിൽ ഒന്ന് ആഞ്ഞാഞ്ഞ് കുറിച്ചിട്ടോ കെട്ടട നസ്രാണി കഴിവറുടെ മോനെ തന്തയ്ക്ക് പോലും ജനിക്കാതെ ഇവിടെ വന്നു കഴിഞ്ഞ് മോനാന്നും പറഞ്ഞ് നക്കിയുള്ള പായസം നക്കാനും ആപ്പിൾ കൊണ്ടുപോകാനും മുന്തിരി കൊണ്ടുപോകാനും കയറിക്കിടന്ന് ഇറച്ചി മീനും കഴിക്കാനും പാട്ടയടിക്കാനും വേണ്ടി വന്നിരിക്കുന്ന നിന്നെ ഒന്നും എനിക്കൊരു ഒരു പുല്ല് ഭയമില്ല. മനസ്സിലായില്ലേ? നീ ഒരു സ്ട്രൈക്ക് ചെയ്യുന്നാലും കലേഷ് കുമാർ ഒന്നും തകർന്നു പോകത്തില്ല. പറഞ്ഞ് മനസ്സിലായി? ഭീരുക്കളാണ് ഇത് ചെയ്യുന്നത്. നീ പേടിച്ചു പോയി. നീയല്ല, നിന്റെ റബ്ബറും ഗുരു പേടിച്ചു പോയി. റബ്ബറും ഗുരുവിന് പൂർണ്ണ പേടിയാണെന്ന് എനിക്ക് 100% അറിയാം. അല്ലെങ്കിൽ അവന് അടച്ചുവാറിൻ്റെ അടുക്കൽ വേണമെങ്കിലും ഒളിച്ചിരിക്കുന്നവനല്ലേ. കാരണം അവൻ കുരുട്ട് ബുദ്ധി കൊണ്ട ആൾക്കാരെ എങ്ങനെയെങ്കിലും വളച്ചെടുക്കുകയും അതുപോലെ തന്നെ കേസിൽപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഭീകര വിഷമാണ്, കാർക്കോടക വിഷമാണ്. അവന് പറഞ്ഞതൊക്കെ നീ എന്താണെന്ന് വെച്ചാൽ ഹോളോ റിക്സ് വെച്ചുള്ള ഷെഡ് കെട്ടിയിട്ടേക്കുന്നു. നിങ്ങൾ ആലോചിക്കുക, ആക്രി ബിംബങ്ങളെ അതും പിന്നെ ഇവിടെ നമ്മുടെ ചെക്ക് പോസ്റ്റിൽ പിടിച്ച് 1.5 ആഴ്ചയോളം അവിടെ കിടന്ന് ചവിട്ടി പതിച്ച് അശുദ്ധിയൊക്കെ ആയിട്ടുള്ള സാധനം അവിടെ കൊണ്ടുവന്ന് ആ ശില്പിയോട് ചോദിച്ചു പറഞ്ഞാൽ അറിയാം. വെറുതെ ചുമ്മാതെടുത്ത് ഫിറ്റ് ചെയ്യുകയും ഒരു ജലാശയം പോലും ഇല്ലാത്തതും ഐതിഹ്യമാണെന്നും അവൻ്റെ അപ്പന് ഏതാണ്ട് പൂസാറിയാണെന്നും പക്ഷേ അമ്പലത്തിന് പേരില്ല. കാളഹസ്തി തന്ത്രം ആര് രചിച്ചാന്ന് ചോദിച്ചാൽ അറിയില്ല. പിന്നെ ആചാര്യ സംവാദം ആര് രചിച്ചാന്ന് ചോദിച്ചാൽ അറിയില്ല. ആചാര്യ സംവാദമൊന്നും കാളഹസ്തി തന്ത്രമൊന്നും കൊല്ലത്ത് വന്നിരുന്ന ഒരു സന്തോഷ് പേരിട്ടതാണ്. നിങ്ങളെ പൂർണ്ണമായിട്ട് തട്ടിക്കുകയാണ്. ഇപ്പോൾ ആവാഹന പൂജ എന്ന് പറയുന്നു, അവരെ തട്ടിക്കുകയാണ്. നിങ്ങൾ ഓർത്ത് ഒരു 6 മാസത്തിനുള്ളിൽ ഒന്നിയിൽ അവരുടെ വീട്ടിലൊരു മരണം, അല്ലെങ്കിൽ ആരെങ്കിലും കട്ടിലേക്ക് കിടക്കും, അല്ലെങ്കിൽ അമിതമായിട്ട് ഭ്രാന്ത് പോലുണ്ടായിട്ട് മാനസിക അവസ്ഥ ഉണ്ടാക്കി നിങ്ങൾക്കതിനുള്ള ഫലമുണ്ടായിരിക്കും ആ പേറ്റ് ഷെഡിൽ ചെന്നാൽ. കാരണം അത്ര ശ്മശാന ഭൂമിയും കല്ലറ വെച്ച് സേവിക്കുന്നതും കക്കൂസിൻ്റെ മണ്ടയ്ക്ക് അയ്യപ്പനെയും ചൈതന്യങ്ങളെയൊക്കെ പിന്നെ വെച്ച് തട്ടിപ്പുകൾ മാത്രം നടത്തുന്ന, ഇപ്പോഴും അവരുടെ കയ്യിൽ നിന്ന് ഒരു രസീത് കൊടുത്തോ അല്ലെങ്കിൽ അവൻ്റെ അക്കൗണ്ടിലോ അവൻ പൈസ മേടിക്കില്ല. കാരണം ട്രസ്റ്റാണ്. ട്രസ്റ്റിന് കൊടുക്കുന്ന എല്ലാ സംഭാവനയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് തിരിച്ചു തരാത്തത്. നമ്മളൊരാൾക്കൊരു സംഭാവന കൊടുത്താൽ തിരിച്ചു തരില്ല. ഒരു പള്ളിക്കൊരു സംഭാവന കൊടുത്താൽ തിരിച്ചു കിട്ടില്ല. ഒരു മോസ്കിനൊരു സംഭാവന കൊടുത്താൽ തിരിച്ചു കിട്ടില്ല. ട്രസ്റ്റ് ഉള്ളതായിട്ടുള്ള പിന്നെ എന്തെങ്കിലും ക്ലബ്ബുകൾക്കോ സംഘടനകൾക്കോ കൊടുത്താൽ അത് തിരിച്ചു കിട്ടത്തില്ല. മുഖ്യമന്ത്രിയുടെ പിന്നെ ദുരിതാശ്വാസത്തിൽ തിരിച്ചു കൊടുത്താൽ പോലും നമുക്ക് കിട്ടത്തില്ല. പറഞ്ഞ് മനസ്സിലായില്ല? അതൊക്കെ ട്രസ്റ്റുകളാണ്. അപ്പോൾ ആ ട്രസ്റ്റിൽ എന്തൊക്കെ ആ ബൈലോ പോലും അനുസരിച്ചില്ല. ട്രസ്റ്റിൽ ഇന്നതൊക്കെ വേണം. ഒരു ട്രസ്റ്റ് നമ്മൾ കളക്ടർ അനുസരിച്ച് കളക്ടർ ഓർഡർ അനുസരിച്ചിട്ട് നമ്മളത് ചെയ്യണമെങ്കിലും അതുപോലെ ലൈസൻസ് അമ്പലത്തിന് കിട്ടണമെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അതെല്ലാം ചെയ്ത് നേർത്തിട്ട് വേണം ഈ ലൈസൻസ് എടുക്കാൻ. പക്ഷേങ്കിൽ ലൈസൻസ് എടുത്തുകൊണ്ട് അവിടെ അധർമ്മം കാണിക്കുകയും വൃത്തികെട്ട പരിപാടി കാണിക്കുകയും അതുപോലെ തന്നെ ലോകത്തുള്ള ആൾക്കാരെയെല്ലാം ബസ്സെ കയറ്റി ഉന്തിത്തള്ളി ഉപ്പുചാക്ക് പോലെ കൊണ്ടുവന്നിട്ട് ഫ്രീ ആണെന്ന് കള്ളം പറഞ്ഞ് 1000 രൂപ വെച്ച് നിങ്ങളുടെ ഇന്ന് പിരിച്ചിട്ട് അവിടുന്ന് വഴിപാട് തരുവാന്ന് പറഞ്ഞിട്ട് ആക്രി മഞ്ഞപ്പൊടിയും ജപിച്ചു തരുന്ന വസ്തുവും തന്ന് നിങ്ങളുടെ തലയിൽ കൂടെ വിടുന്നു. കാരണം പിന്നെയും അവിടെ വരണം. അതുപോലെ ഇപ്പോൾ അവിടെ ആവാഹനം നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോളൂ, പൂർണ്ണമാണ്. അവിടെ ഒരു തടസ്സമുണ്ടായിരിക്കും. കാരണം അതിനുള്ള നിമിത്തങ്ങളെല്ലാം ഈയിടെ അവിടെ വന്നു. പട്ടി കയറി ബിംബത്തെ നക്കി, അതും നട്ടും പോലത്തെ വിട്ട് ഗണപതിയെ നക്കി എടുത്തിരിക്കുന്നു. അതോ അഷ്ടഗണപതി എന്ന് പറഞ്ഞ് അമ്പലം ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്, ലൈസൻസ് കിട്ടിയില്ല. പിന്നെ ഏറ്റവും ഒടുവിൽ ഒരു നാഗരാജാവിൻ്റെ പിന്നെ ഒരു വെറും അഴിക്കൊരു പാട്ടക്കല്ല് മേടിച്ച് അവിടെ കൊണ്ട് വെച്ചിട്ട് അലക്കുകല്ല് വെച്ചിട്ട് സിമെൻ്റ് ഇട്ട് വാർത്തിട്ട് നാഗരാജാവാന്നും പറഞ്ഞ് ദേവരായനും ഭാര്യയും കൂടെ അവിടെ വിളക്ക് എത്തിച്ചു. ഒരു വിദ്യാഭ്യാസ യോഗ്യതയില്ല. തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ വന്ന ഒരു ജാതി പോലും അല്ലാത്ത, ഈഴവ സമുദായം പോലും അല്ലാത്ത നികൃഷ്ട ജാതിയിൽപ്പെട്ട ഇവൻ എങ്ങനെ തന്ത്രം പഠിച്ചു?
താന്ത്രികം പഠിച്ചിട്ടില്ല. മറ്റുള്ളവരെ എല്ലാം കുറ്റപ്പെടുത്തുകയും കൊട്ടിയൂർ അമ്പലത്തിനെയും അതുപോലെ മണ്ണാർശാലയൊക്കെ കുറ്റപ്പെടുത്തിയിട്ട് ഇവനും അതേ രീതി കാണിക്കുന്നു. അവിടെ പരസ്യമാണ്, തള്ളലാടുന്ന. എന്തുകൊണ്ട്? എന്നാൽ നിന്റെ ക്ഷേത്രത്തിൽ ഒരു ചാനലുകാരെ കയറ്റാത്ത? അതുപോലെ തന്നെ പിന്നെ ശ്രീകോവിലിനകത്ത് നിന്ന് തുണി മാറുക, എന്നിട്ട് അത് കാണാനായിട്ടൊരു പെണ്ണുപിള്ള ഇങ്ങനെ നോക്കി വായിന്ന് വിളിച്ച് ഇങ്ങനെ ഒലിച്ചിറക്കുകയാണ്. എന്തുവാ ഒലിക്കുകയെന്നറിയത്തില്ല. കാര്യം പിന്നെ കുണ്ടനടിക്കുന്ന നമ്മുടെ കരിവള ശാന്തിയും എല്ലാം കൂടെ കൂടിയ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഈ പിന്നെ എന്താ പറയുന്നത്, ആസന മുഖനായിരിക്കുന്ന ഇവനും വെള്ളിയാസന മുഖനായിരിക്കുന്ന വെഡിസ്വാമിക്കും പേടിയായി തുടങ്ങി, മറ്റുള്ളവർക്ക് പേടിയായി തുടങ്ങി. പേടി വേണം. കാരണം നിങ്ങൾ അനാചാരങ്ങളും അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളും പരത്തുക തന്നെയാണ് ചെയ്യുന്നത്. ഒരു ജീവിതമാർഗം അല്ലെങ്കിൽ അതിനുള്ള തൊഴിലാണെങ്കിൽ കുഴപ്പമില്ല. മറ്റില്ല അവൻ വിളിച്ച് ചോദിക്കുന്നതായിട്ട് പാലക്കാട്ടെ ആ നായിലിൻ്റെ മോൻ്റെവന് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അവിടെയുള്ള മേൽശാന്തിമാരെ എല്ലാം പറഞ്ഞു വിട്ടില്ലെന്ന്. അതൊരു ക്ഷേത്രമാണ്, മേൽശാന്തികൾ നിൽക്കട്ടെ, ഞങ്ങൾക്കൊന്നും ഒരിതുമില്ല. നിന്നെ എന്താണ് ഈ ഷെഡിന് ഉള്ള ഉത്തരം തരാത്തത്? എന്താണ്? ഹോളോ ബ്രിക്സിനെ നീ ന്യായീകരിക്കാൻ വന്നു. അത് ഒരിടത്തും ഇല്ലാത്ത തന്ത്രം. ഇന്ന് വിളക്ക് കത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയോ സുഹൃത്തെ, കോട്ടയത്തിനും പിന്നെ പുതുപ്പള്ളിക്കും ഇടയ്ക്കൊരാൾ 1 വർഷത്തിനകത്ത് മരിച്ചുപോയി. ഒരു തിരിയിട്ട് വെച്ച് കത്തിച്ചാണ്. അവിടെ നിൽക്കുന്നവർക്കെല്ലാം അസുഖങ്ങളാണ്. അവിടെ നിൽക്കുന്ന മേൽശാന്തിമാർക്ക് ബാധകളാണ്. അവിടെ നിൽക്കുന്ന പെണ്ണുങ്ങൾക്കെന്തോ അരച്ചുകലക്കൊക്കെ കൊടുത്തിട്ടാണ് അവിടെ നിൽക്കുന്നത്. വയറ്റിപ്പിഴപ്പിന് നിൽക്കുന്നതാണ്. ഒരു മൊത്തം പെമ്പിള്ളേരെ അടിച്ചങ്ങ് ഇട്ടേക്കല്ലേ. കാരണം ഒരു ആഹാരം കൊടുക്കാൻ നിവൃത്തിയില്ല, ഒരു ഷർട്ട് മേടിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ല, ഒന്നിനും നിവൃത്തിയില്ല. പറഞ്ഞ് മനസ്സിലായില്ലേ? വേറൊരു നാറിയുണ്ട്, അവൻ്റെ ഓട്ടോക്കാരനാണ്. അവിടെ ആസനത്തിൻ്റെ മുഖം പോലെ ഇവൻ്റെ ആസനം ഇരിക്കുന്നത് നമ്മുടെ ഈ പിന്നെ ബെന്നിയുടെ. പറഞ്ഞ് മനസ്സിലായില്ലേ? ആ ആസനമുഖധാരയാണ് അവന്. പറഞ്ഞ് മനസ്സിലായില്ലേ? അതുപോലെ തന്നെ വെടിസ്വാമിക്കും വാറ്റുവത്സയുടെ മുഖമാണ്. അപ്പോൾ ആ ആസനമുഖമായി പിന്നെ അവൻ കുറച്ച് റോസ് പൗഡർ ഫെവിക്കോളിനകത്ത് കലക്കി കയറ്റി കുത്തി അടിച്ചു വെക്കുന്നതേ ഉള്ളൂ. കാണ്ടാമൃഗത്തിൻ്റെ പോലുള്ള കണ്ണുകളും അകത്തോട്ട് കുഴിഞ്ഞിരിക്കുന്നതും പുറത്തോട്ട് പിരികൻ തള്ളിയിരിക്കുന്നതും ഇങ്ങനെ പിന്നെ അവൻ നോക്കിക്കഴിഞ്ഞാൽ വലവലയായിട്ട് നമ്മളെ കാണുകയുള്ളൂ. കാരണം ഇങ്ങനെ ഇങ്ങനെ കിടക്കല്ലേ. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ഷേപ്പുമില്ലാതെ മുഖത്തോട് കൂടിയ നായിൻ്റെ മോനാണ് ഇവൻ. ആരെ എങ്ങനെ തട്ടിക്കാമോ, 10 പൈസ എങ്ങനെ കിട്ടാമോ, പേട്ട് എണ്ണയും പേട്ട് ശർക്കരയും അതുപോലെ പേട്ട്. അത് തന്നെയല്ല, അവിടെ നിന്ന് 2 ശാന്തിമാർക്കും ഇതെല്ലാം കേട്ടിട്ടും അവിടെ ചെല്ലുന്നവരുണ്ടെങ്കിൽ ഊളകളാണെന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അത് തന്നെയല്ല, അമ്മയ്ക്കൊന്നാലും 2 ഭാഗം കാണുമല്ലോ, നന്മയും തിന്മയും കാണും. ഒരു നന്മയും ആ ക്ഷേത്രത്തിൽ പോയാൽ ഉണ്ടായില്ല. അഥവാ ഉണ്ടായാൽ തന്നെ ശിക്കാരി ശംഭു വെടിവിട്ട പോലിരിക്കും. അബദ്ധത്തിൽ എന്തെങ്കിലും ഒന്ന് പറ്റുമോ അവരുടെ സമയം അനുസരിച്ച്. നിങ്ങൾ വിളിക്കുന്ന പേരമംഗലത്തപ്പ എന്നോ ഒന്നും അല്ല വിളിക്കുന്നത്. അവിടെ ഇരിക്കുന്ന പേരമംഗലമെന്നോ അല്ലെങ്കിൽ ഏതപ്പനാണെങ്കിലും മലയപ്പനെന്ന് വിളിക്കണം. മലത്തിലാണ് ഇരിക്കുന്നത്. ഒരു മഴ വന്നാൽ മലനാറ്റമാണ് അവിടെ. മലത്തിന് വരെ പൂജ ചെയ്തിട്ടുള്ളവനാണ് അവന്. അവൻ്റെ വീട്ടിൽ മലത്തിൻ്റെ ഗന്ധം വന്നു കഴിഞ്ഞാൽ, മുട്ടനാടിൻ്റെ മറ്റേത് വന്നാൽ ഇതിനെല്ലാം അങ്ങ് ഇതാണ്. എന്നിട്ട് ഒറ്റ ഒരു ഇതേ ഉള്ളൂ, ഒരു ഓപ്പറേഷനേ ഉള്ളൂ അവന്. അവൻ പറയുന്ന ഒരു ഓപ്പറേഷനും ഒരു പനിയും പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അതിന് അന്തസ്സും ആഭിജാത്യമുള്ള മന്ത്രം നന്നായിട്ട് വേദമന്ത്രത്താൽ ഉച്ചരിക്കുന്നതായിട്ടുള്ള മന്ത്രം വിന്യസിക്കാൻ പഠിക്കണം. ഇന്നും അവനൊരു ശ്ലോകം അറിയത്തില്ല. അർജുന 10 ചെല്ലുന്നത് എങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. വിവത്സ്യം അവൻ ഇപ്പോഴും പഴമെന്ന് വർത്യമായിട്ട് പറയത്തില്ല, വളമെന്നേ പറയത്തുള്ളൂ. അത് പാണ്ടി എപ്പോഴാണെങ്കിലും പാണ്ടി തന്നെയല്ലേ, ഒരിക്കലും അത് മാറത്തില്ലല്ലോ. DNA വന്നിരിക്കുന്ന പാണ്ഡ്യരാജ്യത്തു നിന്ന് ഇവിടെ വന്ന് മുക്കുവനാണെന്നും പറഞ്ഞ് ഇവിടെ വന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഈ ഷെഡായി കഴിഞ്ഞപ്പോൾ കുറേ അലങ്ക് സാധനങ്ങളും കുറേ പാട്ടുകളും കെട്ടിയിട്ടതിന് ശേഷം പറയുക, 2-3 നായങ്ങളെയും ഫിറ്റ് ചെയ്തിട്ട് പറയാം മഹാക്ഷേത്രമാണെന്ന്. തൂങ്ങി ചത്ത ആലൽ കൊടിയേറ്റിട്ട് മഹാക്ഷേത്രമാണെന്ന് അത്ഭുതം കാണിക്കുന്നെന്ന്. അവിടെ അത്ഭുതം കാണിക്കുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം കൂടെ ഒന്നിച്ചാണ്. ആവാഹന പൂജയ്ക്ക് സഹായത്തിന് രാത്രികാലങ്ങളിൽ പെണ്ണുങ്ങളെ വിളിച്ചു നിർത്തി വേറെ പരിപാടി അവിടെ നിഷിദ്ധമായ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് പ്രേക്ഷകരോടൊക്കെ ഞാൻ പറഞ്ഞ് ആദ്യമായിട്ട് ചെല്ലുന്നവരാണ്, കുട്ടികളെയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ സൂക്ഷിക്കണം. ഇന്നത്തെ കാലമാണ്. ഇവൻ അവിടെ ഹോസ്പിറ്റലിൽ പണിയാൻ തുടങ്ങിയാണ്. ഇവൻ്റെ മകനാണെങ്കിൽ എമ്പഴച്ചൊരു ചെറുക്കനാണ്. പെണ്ണുപിടിയും കള്ളുപിടിയും അല്ലാതെ അവൻ്റെ വേറെ ഒന്നുമില്ല. അവിടെ വരുന്ന പെണ്ണുങ്ങളെ പിഴപ്പിക്കുന്നവനാണ്. ബാംഗ്ലൂർ പോയി അവൻ്റെ സ്വന്തം ഗുരുവിനെ പിഴപ്പിച്ചവനാണ്. അത്രയ്ക്ക് നീചനാണ് ഇവന്മാർ. ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. ഇലന്തൂര് നടന്ന പോലുള്ള അംഗഭംഗങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അറിയാൻ പറ്റത്തില്ല. ഇവനെ പാസ്പോർട്ടൊക്കെ ജപിച്ച് ഉള്ളിൽ തന്നു കഴിഞ്ഞാൽ മയങ്ങിപ്പോവും. സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. എന്തുകൊണ്ടാണ് ഈ ദേവരായനും മറ്റു ആൾക്കാരും എല്ലാം പിരിഞ്ഞു പോയത്? വാറ്റുവത്സ കിടക്കിടക്കിന് നിൽക്കുകയാണ്. എടാ ആസനമുഖനെ, എടാ കൊറ്റാസനമുഖനെ,
നാണമില്ലാത്ത നായിൻ്റെ മോനെ. കാരണം എന്താ വെച്ചാൽ നീ ഒരു പിന്നെ അവിടെ ഈ ഇത് കഴിക്കുന്ന കണ്ട് കലത്തിനകത്ത് ഇണ്ടാവണ്ടി കാച്ചുന്നത്. നീ നല്ലതിന് വേണ്ടി, ഇവൻ നല്ലതിന് വേണ്ടി അവിടെ നിൽക്കുകയാണോ ഉദ്ദേശിക്കുന്നത്? ഇവൻ്റെ നക്കി തിന്നണം. അവൻ ഒരു ഗതിയും പരഗതിയില്ലാത്ത ഒരു പറമ്പനാണവൻ. പറഞ്ഞ് മനസ്സിലായി? അവിടെ വാൽറ്റൂറ്റി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞ ആചാര്യ വാക്കുവാണെന്ന്. നീ ഒന്ന് കളിച്ചു നോക്ക്. എടാ പേടിത്തൂറന്മാരെ, എടാ നാണമില്ലടാ നിനക്ക്. അതാടാ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ പേടിക്കണം. നീ പേടിച്ചേ പറ്റൂ. നീ എന്നെ പേടിക്കൊന്നും വേണ്ട. നീ ഭഗവാനായ അയ്യപ്പനെയും അതുപോലെ തന്നെ മഹാവിഷ്ണുവിനെയും ശിവനെയൊക്കെ നീ പേടിച്ചേ പറ്റുള്ളൂ. ഇനി അങ്ങനെ നിന്റെ ജീവിതം പോളൂ, രക്ഷപ്പെടില്ല. ഇനി എന്തൊക്കെ എന്ത് സുഹൃതഹോമം ചെയ്താലും, നീ 1000 വർഷം തപസ് ചെയ്താലും, ഇത്രയും ദേവാലയം വെച്ച് ഇത്രയും ദേവതകളെ നീ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, വെറും കല്ലിലിരുത്തിയിട്ടുണ്ടെങ്കിൽ അവരതിൻ്റെ പരിണാമക്രിയ ചെയ്യും. പിന്നെ നിന്റെ ജാതവശാൽ ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അവർ കണ്ണടച്ചു പോകുന്നു. കുചേലിന് വരം കൊടുത്ത പോലൊരു അവസ്ഥയുണ്ടാവും. പറഞ്ഞ മനസ്സിലായില്ലേ? നിന്നെ ഇട്ട് വലിച്ചടിച്ച് നിന്റെ തന്തയെപ്പോലും നീ നോക്കിയവനല്ല. തൻ്റെ കാലെല്ലാം കൂടെ അടിച്ചൊടിച്ച് പിന്നെ ഇതിനകത്തിട്ട് അടിച്ചൊടിച്ചതിന് ശേഷം അതും കഴിഞ്ഞ് വൃദ്ധസാധനത്തിൽ കൊണ്ടാക്കി പിന്നെ അതും പിന്നെ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ കൊന്നവനാണ് നീ. വളരെ മനസ്സിലായി. നിന്റെ തള്ളയെ നാട്ടുകാരെല്ലാം അവിടെ കുത്തി ചാത്തതാണ് അവർ. നീ എന്നാലോചിച്ചു, വെറും പേറ്റുപട്ടിയെ കൂടെ കൊണ്ടുപോയി കുഴിച്ചിടുകയായിരുന്നു നീ. ഇത് ആരെയെങ്കിലും ഒരു സംസ്കാരം ചെയ്തിട്ടുണ്ടോടാ നീ താന്ത്രിയോ? നീ നായിൻ്റെ മോൻ്റെ പട്ടിത്തന്ത്രിയാണ്. നിന്റെ പട്ടിയാണ് നിന്റെ ഗുരു. കാരണം അല്ല പിന്നെ പാട്ടി കയറി അതിനകത്ത് കയറത്തില്ല, നട്ടും ബോൾട്ടും ഗണപതിക്കിട്ട് വെച്ചേക്കുന്നു. എന്നുവെച്ചാൽ മഞ്ചലഴിക്കുകയാണ്. നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. മന്ത്രങ്ങൾ ഒറ്റ ഒരെണ്ണം ചെല്ലാൻ അറിയത്തില്ല, അവരുണ്ടാക്കുന്ന മന്ത്രങ്ങളാണ്. എന്നിട്ട് മറ്റുള്ള വിഷയങ്ങളൊക്കെ എടുത്ത് വീഡിയോയിൽ കാണിക്കുക. എന്നിട്ട് അവൻ്റെ ആൾക്കാരെ കൊണ്ട് ഗുരുവേ കൂജയ്, ഗുരുവേ തപോബല തമ്പോബല. കേരളത്തിൽ ആരുമില്ല ഇതുപോലൊരു ഗുരു, ഇതുപോലൊരു തെണ്ടി എന്നൊക്കെ അങ്ങ് എഴുതി കാണിക്കുക. അപ്പം ഈ ആദ്യമായിട്ട് ചിലപ്പം കാണുന്നവർ ചിലപ്പം കയറി വീഴും. സംഭവം അതാണ്. ഇനിയും രക്ഷപ്പെടാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രക്ഷാപേടില്ല. നീ എത്ര കുറിച്ച് നിർത്തി പിന്നെ പരിപാടി ചെയ്തെന്ന് പറഞ്ഞാലും നടക്കില്ല. ഭഗവാന്മാരൊക്കെ കുറേയൊക്കെ ക്ഷമിക്കുള്ളൂ. കണ്ടില്ലേ, പിന്നെ മോഷ്ടിച്ചവന്മാരും അല്ലാത്തവന്മാരും ഒക്കെ വലിയ വലിയ താപ്പാരങ്ങൾ, നിന്നേക്കാളൊക്കെ വലിയ താപ്പാരങ്ങളാണ്. വലിയ ഈ അഖിലേന്ത്യ മൊത്തം പിടിപാടുള്ള ആൾക്കാർ ജയിലിൽ കയറി. പിന്നാണ് നീ ഉമ്മാക്കി കാണിക്കാൻ. ആ കൊല്ലത്തുള്ള ആ ടീച്ചർ പറയുന്നത് കേട്ടില്ലേ, നിനക്ക് കിട്ടാനുള്ളത് വഴിയേ കിട്ടിക്കോളും, ഞങ്ങളായിട്ടൊന്നും തരണ്ട. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഒന്നും പറയാത്തത്. കാരണം നിനക്ക് കിട്ടുമെന്നുള്ള പൂർണ്ണമാണ്. പക്ഷേങ്കിൽ മറ്റൊന്ന് കൊടുക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം നരസിംഹമായിട്ട് അവതരിപ്പിക്കണമെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള പോഷന്മാരെയൊക്കെ കയറ്റി അവിടെ ഇരുത്തി കഴിയുമ്പോൾ അവനും ഉടനെ പോകും. അവന് മാരക രോഗം പിടിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഈ പിന്നെ ഗജമുഖനല്ലല്ലോ, ആസനമുഖന്. കുറെ പോണ്ടാത്തടിയനെ എന്തിനു കൊള്ളാം, വലിയൊരു പെരയ്ക്ക് തൂണിന് കൊള്ളാമെന്ന് പറഞ്ഞ പോലെ കാറ്റു അടിപ്പിച്ച് വീർപ്പിച്ചു വന്ന് നിത്തിരിക്കുക. എന്നിട്ട് ഉരയ്ക്കുക പരിപാടി, പെണ്ണുങ്ങളെ ഉരയ്ക്കുക. അവിടെ വേറെ ഒരു തീവുണ്ട്, ഇത് തന്നെ പണി. വല്ല ചാപ്പാടടിക്കുക, കിട്ടുന്ന സംബന്ധി മോന്തുക, ഉള്ള കുമ്പളങ്ങായ ഇതുമെല്ലാം അവിടെ വെട്ടി ഒരു അച്ചാറും കൊടുത്തിട്ട് മൃഷ്ടാന ഭോജ്യമാണെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ കൊണ്ടാണ് എൻ്റെ ചാനലിനെ ഇവൻ നിശേഷമായിട്ട് ആ ഭീരുത്വം കണ്ടില്ലേ സുഹൃത്തേ? ഇതാണ് അവൻ്റെ കഴിവ്. മനസ്സിലായില്ലേ? ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞേ. ഇവനെ ഒരു കഴിവുമില്ലാത്ത വെറും പഴമാണ് ഇവൻ. ഒരു മന്ത്രം അറിയാത്ത പഴം. പറഞ്ഞു പറ്റിക്കാൻ കഴിവുണ്ട്. ആ ഒരു കഴിവ് കൊണ്ട് കുരുട്ട് ബുദ്ധിയും പറഞ്ഞു പറ്റിക്കാനും പെണ്ണ് പിടിക്കാനും ഇവൻ പറ്റില്ലല്ലോ. ഇപ്പം തന്നെ 60-70 വയസ്സിന് മേളിലും കണ്ടായി. ഇനി ഇപ്പം കുഴി കാലം നീട്ടിയിരിക്കുവാണ്. തന്തേ മോൻ കയറി അടിച്ചിരിക്കും, ഉറപ്പാണ്. നിങ്ങളത് കണ്ടോ? ഇത് അവസരം വരും. അവസരമല്ല, അവൻ്റെ വീട്ടിൽ കുടുംബ ബന്ധങ്ങൾ പോലും തകർന്നിരിക്കില്ലേ. അവൻ്റെ അനിയന് മീൻ കച്ചവടമാണ്, ഒരു രീതിയിലും രക്ഷപ്പെട്ടിട്ടില്ല. അവൻ്റെ ചേട്ടനാണെങ്കിൽ ഒരു വിഗ്രഹവും വെച്ചിട്ട് അമ്മേ ദേവി ഇതായേ എന്നും പറഞ്ഞ് തേണ്ടുകയാണ്. ഇവൻ അതിലും പരമതേണ്ടി ധർമ്മം നടത്തുകയാണ്. ഇവൻ മറ്റുള്ളവരെ പിടിച്ച് ഇവൻ്റെ കീഴിലാക്കി. പണ്ട് ശബരിമലയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലെ കോൺട്രാക്ടർ ഭിക്ഷ യാചിപ്പിക്കുന്ന ആൾക്കാർ. അവിടെ എവിടെയൊക്കെ കെട്ടിച്ച് കാലും കെട്ടിച്ച് മറ്റേ പ്ലാസ്റ്റിക് ഏതാണ്ടൊക്കെ ഇടിയിപ്പിച്ച് കൊണ്ട് സൈഡിലിരുത്തി കോൺട്രാക്ടർമാരുണ്ട് എന്ന് പറയുന്ന പോലെ ഈ ഊള പെണ്ണുങ്ങളെയും ഈ ഊള ആണുങ്ങളെയും എല്ലാം കൂടെ പിടിച്ചിരുത്തി വീടാന്തരം വിട്ട് എനിക്കങ്ങനെ ഉണ്ടായി. എൻ്റെ മക്കൾ +2 അങ്ങനെ A ക്ലാസ്സിൽ പാസ്സായി, അല്ലെങ്കിൽ മറ്റേതായി ഇതായി. രജിസ്ട്രേഷൻ നമ്പറൊന്നുമില്ല.
രജിസ്ട്രേഷൻ നമ്പറൊന്നും വെക്കത്തില്ല. എ വണ്ണാണ് ഈ വണ്ണാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റു വീടുകളിൽ കയറി നിങ്ങളെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് 1000 രൂപയും കൊടുക്കണം, എന്നിട്ട് ബസ് ഫ്രീ ആണെന്നും പറയുക. ഇതൊക്കെയാണ് വിഷയങ്ങൾ. ഒരാക്കി തന്നെ ലൈവിൽ കണ്ടില്ലേ, ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ അവിടെ വന്ന് പൂജ ചെയ്തിട്ട് എനിക്കൊന്നുമില്ലെന്ന് തെറി വിളിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ കട്ട് ചെയ്തു. ഭീരുവാണവൻ. എടാ നീ അല്ലേ പറഞ്ഞേ ഞാൻ തളരത്തില്ല, നീ ഒന്ന് നേർന്ന് നിൽക്കേ. ഞങ്ങളൊന്നും തളരത്തില്ല, മനസ്സിലായില്ലേ? കാരണം സത്യം സത്യത്തിൻ്റെ വഴിയേ പോവുള്ളൂ എന്നുള്ളത് 100% അറിയാം. ഇവിടെ ആണെങ്കിലും അവൻ്റെ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, ദുഷ്പരമൊക്കെ അല്ലെങ്കിൽ കള്ളം പറയുന്നത് പെട്ടെന്ന് പ്രചരിക്കും, സത്യം പെയ്യേ വരുവുള്ളൂ. അതാണടാ പെയ്യാണ് നീ ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നേ. വേറെതാന്നല്ലേ ഇപ്പം ഈച്ചയാട്ടി ഇരുന്നിട്ട് ഫിലാഡൽഫിയ, ഗോകർണം, കൊച്ചി ഇത് പറയാനേ നിനക്ക് പറ്റുള്ളൂ, പ്രവൃത്തിയിലില്ല. ഞങ്ങളൊക്കെ പ്രവൃത്തി ചെയ്യുന്ന അതോടുണ്ട്. ആസനമുഖനോട് ഞാൻ പറഞ്ഞേ നല്ല ആസനമാവണ്ടേ കേട്ടോ, ഉറപ്പാണ്. ഏതോ ഒരു നല്ലൊരു ആസനം, വായൊക്കെ കീറിയിരിക്കുന്നതൊന്ന് കാണണം. ആസനത്തിൻ്റെ അതേ ഹോള് തന്നെയാണ്, അല്ലെ അതേ കിരുത്തം തന്നെയാണ് എൻ്റെ വായിക്ക്. അവൻ തിന്നുന്നതോ അവിടുത്തെ അത് തന്നെയല്ലേ. മലം പറ്റിയ സാധനത്തിനകത്തുനിന്ന് ഒഴുകി വരുന്ന കഞ്ഞി വെച്ചും ഉണ്ടാക്കി കൊടുക്കുന്നതുമാണ് തീറ്റയും. 1-2 പേർക്ക് ഉള്ളത് പോരാതാനും. കാരണം ഒരു 4 പോത്തിനുള്ള വേണം. ഒരു 4 പോത്തിൻ്റെ വിവരമുണ്ടേ വേണ്ടിയല്ല, ഒരു വിവരമില്ല, തട്ടിപ്പുകൾ മാത്രം. ഇവനൊന്നും ഹൈന്ദവത്തെ സ്നേഹിക്കാൻ വന്നവനൊന്നുമല്ല, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അവരുടെ കാര്യസാധ്യങ്ങൾക്ക് അവൻ അവിടെ നിന്ന് ഇച്ചിരി ചില്ലറ ഇടണം, പെണ്ണ് പിടിക്കണം, ഇത്രയേ ഉള്ളൂ ഈ ആസനമുഖൻ്റെ ലക്ഷ്യം അതേ ഉള്ളൂ. പിന്നെ വലിയ ജാട കടിക്കണം, പിന്നെ കുറേ മുടി വളർത്തണം, അണ്ടർവെയറിലും വള്ളിയിലും താഴെയെല്ലാം മുടി വളർത്തി അങ്ങ് നീട്ടി അങ്ങ് ഇട്ടേക്കുകയാണ്, യക്ഷയുടെ മുടി പോലെ അങ്ങ് ഇട്ടേക്കുകയാണ്. എന്നിട്ട് താളം തുള്ളുക. മറ്റുള്ളവരാണെങ്കിൽ പൂജ പഠിച്ചെന്ന് പറഞ്ഞ് ഒരു ചീല കയറി കഴിയുമ്പോൾ തന്ത്രിയുടെ വലിയ ഇതാണ്, തന്ത്രിയാണെന്ന് പോലും. എന്നെ കൊച്ചാട്ടാന്ന് വിളിക്കല്ലേ, എന്നെ അതോ ചേട്ടാന്ന് വിളിക്കല്ലേ, ഞാൻ തന്ത്രിയാണ്. നീ എവിടുത്തെ തന്ത്രിയാടാ? നീ സത്യം പറയടാ, നീ എവിടാടാ പിന്നെ ഒരു ക്ഷേത്രം പ്രതിഷ്ഠിച്ചിട്ടുള്ളത്, ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്തോടാ? ഇത് ഒരു പ്രാണായാമം, ഒരു കരതല സ്പർശമായിട്ട് നമ്മുടെ ദേഹമെല്ലാം ശുദ്ധി ചെയ്തതിന് ശേഷം ദിക്കിബന്ധനമൊക്കെ നടത്തി അതിനോരോ ഇതുണ്ട്, ന്യാസങ്ങളുണ്ട്. ഋഷി ഛന്ദസ് ദേവത എല്ലാം ന്യാസങ്ങൾ, അത് ഏത് തന്ത്രത്തിനുമുണ്ട്. അല്ലാതെ ഇവൻ്റെ മാത്രമല്ല, ഏത് തന്ത്രം, ഇവൻ്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ഇല്ലാത്തതിനെ തട്ടിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ തന്ത്രമാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. ഇങ്ങനൊരു തന്ത്രമില്ല. മലബാര പൂജ എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളതാണ്, അതിനകത്തെല്ലാം എല്ലാം ഈ ന്യാസങ്ങൾ പറയുന്നുണ്ട്. വേറൊരു രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞ് മനസ്സിലായില്ലേ? മദ്യമാണെങ്കിലും മുറുക്കാനാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഒക്കെ വെച്ച് ചെയ്യുന്ന പൂജകൾക്ക് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളും താളക്രമത്തിലുള്ള മന്ത്രോച്ചാരണങ്ങളോടും ഞാറ്റുപാട്ട് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഇവൻ അറിയില്ല. ആ ഭാഷ എഴുതി കൊടുത്ത് ഏതാണ്ട് സാമാനം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഭാഷയല്ലേ ഇവനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നേ. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. അപ്പം ചാനൽ പോയി അടുത്ത ചാനൽ കലേഷ് കുമാറിനെ ഞാൻ കാണിച്ചിട്ടുണ്ട്, അതിലൂടെ തന്നെ ഞാൻ വരും. ആവശ്യമുള്ളവർക്കൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഞാൻ ലൈക്ക് ചോദിച്ചിട്ട് പോലും മാന്യമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചു, ഒരു ലൈക്ക് അല്ലെങ്കിൽ പിന്നെ ഒരു ഹൈപ്പ് എങ്കിലും ഇടൂ. ചാനൽ പിന്നെ ഞാൻ സാമ്പത്തികത്തിന് വേണ്ടി ചെയ്യുന്നില്ല, സത്യം പുറത്തു വരണം. നമ്മുടെ ഹിന്ദുക്കളെല്ലാവർക്കും ഈ പെട്ടെന്ന് കയറി കാളപെട്ടെന്ന് പറഞ്ഞാൽ ഉടനെ കയറെടുക്കുന്ന സാധനങ്ങളാണ്. അതുകൊണ്ടാണ് രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അടുക്ക പോയി താളം തുള്ളി നിൽക്കുന്നത്. അത് നമ്മൾക്ക് മാറണം. ഹിന്ദുവാണ് നമ്മൾ. ആ സനാതനധർമ്മത്തിൽ വളർന്നവരും പ്രവർത്തിച്ചവരും ആ ഒരു ബീജമാണ്. ഇവൻ്റെ ബീജമൊക്കെ എവിടത്തെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. പാണ്ടിയിലുണ്ട്, അവൻ എവിടെയൊക്കെ വേറെ ബീജം കൊടുത്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. ചിന്ന വീടുണ്ടായിരുന്നു, പിന്നെ കോതമംഗലത്തുണ്ടായിരുന്നു, അങ്ങനെ പലയിടങ്ങളിലായിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ വരുന്നവർക്കെല്ലാം മതഗജത്തിനുണ്ടോയെന്ന് അറിയത്തില്ല. ഇനി ലിംഗധരണക്കാർക്ക് ഉറപ്പാണ്. പിന്നെ അവർ വളിവിടുന്നതുകൊണ്ട് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. അടുക്കുമെന്നുള്ളത് നാറിയിട്ട് നിൽക്കണ്ടാണെന്നാണ് മാഡത്തിനെ പറയുന്നത്. ആ പിള്ളേരും മേൽശാന്തിമാരും അവിടെ നിന്നവരൊക്കെ പറയുന്നതാണെന്നാണ് ഞാൻ അറിഞ്ഞ്. നാറ്റം അടിച്ചിട്ട് നിൽക്കണ്ട, വല്ല ചന്ദനതൈലം വല്ല പൂജിക്കൊണ്ട് വാ, അതായിരിക്കും നല്ലത്. ചുമ്മാ അല്ല പിന്നെ ആറാട്ടിനിങ്ങനെ മറ്റേ അടുത്ത് നിന്നവരെല്ലാം മൂക്ക് കൊത്തിക്കൊണ്ട് നിന്നേതാ. ആ ഗ്യാസ് എങ്കിലും നീ ഒന്ന് മാറ്റിക്കോണം, നിനക്ക് പറ്റുമെങ്കിൽ. കട്ടപ്പെട്ടല്ലേ ഇത്രയും ആൾക്കാരെ കള്ളം പറഞ്ഞാൽ അതിലും കൊണ്ടുവരുന്നേ. ഇവളുമാരെല്ലാം മതഗജമാണെങ്കിലും മറ്റൊരാണെങ്കിലും വേറെ കുറേ കക്ഷികളൊക്കെ ഉണ്ട്. പിന്നെ കൊല്ലംകാരി ഒരുത്തിയുണ്ട്, ചീനി കച്ചവടക്കാരി, ചോടകാരികളുടെ കച്ചാടിക്കാരി.
അവള് പിന്നെ അങ്ങ് അവൾ ഇവിടുത്തെ ഏതൊരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാന്നുള്ള രീതിയിലാണ് വരുന്നത്. അവിടെ നിന്ന് വേറൊരു മേൽശാന്തി പറഞ്ഞ്, എന്നിട്ട് അവിടെ വന്ന ഒരു ദിപ്പും പടുതിയൊക്കെ ഉണ്ട്. മോളെ താണ നേരത്തെ നീരോടൂ, അവിടെ ദൈവം തുണയേകൂ. നീ എന്തൊക്കെ പ്രകസനം കാണിച്ചാലും നിനക്കൊക്കെ വരാനുള്ള വഴി തെങ്ങത്തില്ല. അത് പൂർണ്ണമാണ്. കാരണം കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ തന്നെ പ്രാഗുമായിരുന്നു. എത്രയോ പേര് പ്രാഗിയിരിക്കുന്നു. ആ മനുവിൻ്റെ അമ്മയും അച്ഛനെയും കൊണ്ട് 18 ലക്ഷം രൂപയോളം കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് കടമെടുപ്പിച്ച് പൂജ ചെയ്തിട്ട് അവനെ ക്യാൻസർ രോഗത്തിന് ചികിത്സിക്കാൻ വിടാതെ ദോഷമാണെന്നും പറഞ്ഞിട്ട് അവിടെ പൂജ ചെയ്ത് ആ പയ്യൻ മരിച്ചുപോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എണ്ണ പ്രകാശൻ മരിച്ചുപോയി. അവൻ്റെ കൂടെ നിന്ന് സ്വായത്തമാക്കി സ്നേഹിച്ച് നിന്ന ഒരു കാര്യമുണ്ട്, ആരവനെ സ്നേഹിച്ചാലും അവരെ അവൻ വഞ്ചിച്ചിരിക്കുന്നത് 100% ശരിയാ. നിങ്ങൾക്ക് അനുഭവം കൊണ്ട് മനസ്സിലാകും. അതാണ് അവിടുത്തെ ചരിത്രവും അത് തന്നെയാണ്. പിന്നെ എല്ലാവരും കൂടെ നിന്ന് അടിച്ചു മാറ്റാനും കാശിനും വേണ്ടി മാത്രമാണ്. അവനൊട്ട് അറിയത്തില്ല. അവൻ കോടികൾ അടിച്ചു മാറ്റുമ്പോൾ അതിൽ 5-10 ലക്ഷം രൂപ പോയാലും അവനറിയത്തില്ല. എന്നാലും അവനതിൽ പരിഭവം കാണത്തില്ല. കാരണം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയ്ക്കും അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയ്ക്കും മനസ്സോടുകൂടി ഒരു തൊഴിൽ പഠിച്ചതിന് ശേഷം ഉണ്ടാക്കുന്ന പൈസയ്ക്കും അതൊരു സംബന്ധിയുള്ളിലും അല്ലെങ്കിൽ ഒരു അല്പം ചോറാണെങ്കിലും അല്പം അത് ആചാര്യന്മാർ പറഞ്ഞ തദ്ബിഹൂന്ന, അല്പം കിട്ടിയാലും അത് ബഹുത്വമായിട്ട് കാണുന്ന ആൾക്കാരാണ്. ഇത് പണിയെടുക്കാൻ വയ്യാഞ്ഞിട്ടല്ല, ഇതെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്നുമല്ലെങ്കിൽ ഒരു ഓട്ടോ സ്ത്രീകൾ ഓടിച്ചാൽ കിട്ടും വയ്യമ്പാട് സമയത്ത് 100-500 രൂപ. ഇത് ഓട്ടോ ഓടിച്ച് കിട്ടാത്തതുകൊണ്ടല്ലേ ഇവിടെ വന്നു കഴിഞ്ഞ് നക്കുന്നേ. അതുകൊണ്ടാണല്ലോ നക്കുന്നേ. അവിടെ ഒരു ആസനത്തിൻ്റെ ഇതേ മുഖമാണ് പിന്നെ ഇവന് തന്ത്രി പൂങ്കവ പാണ്ഡിത്യ കാളഹസ്തി ഹൃദയ സംബന്ധമായിട്ടുള്ള 2 വെള്ളക്കായും തൂക്കിയിട്ടൊരാട്ടമാണ്. പാട്ടെല്ലാം ഭയങ്കര പ്രഗത്ഭമാണെന്നാണ് പറയുന്നത്. തകണം ചകണം മകണമൊക്കെ വെച്ചിട്ട് കാമ്പോജിയും മോഹനവും അതുപോലെ തന്നെ തില്ലാനയൊക്കെ അടിക്കാൻ അറിയാവുന്ന ആളാണ്. പിന്നെ കുറേ പാട്ടുകാരുണ്ട് അവിടെ. അഷ്ടപതിയൊക്കെ പാടുന്നത് കേട്ട അജിയുടെ പെമ്പിള്ളാരൊക്കെ പാടുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്നെ ഈണമാണെന്നറിയോ? എന്തോ നമ്മൾ ലയിച്ച് നിന്നു പോകും. അതുപോലെ വാറ്റുവത്സയൊക്കെ ടക്കേന്ന് അടിച്ച് പാടുന്ന കാരണം കോട്ടി 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 പാടുകയാണ്. എന്ത് ചെയ്യാനാണെന്ന് പറ. ആ മുഖത്തെ ഒരു ഇത് കാണണം. അയ്യോ ആ പ്രസംഗിപ്പിക്കുമ്പോൾ ഉള്ള ആ ഒരു ചിരിക്കാതിരിക്കുന്നത് എങ്ങനെ സുഹൃത്തുക്കളെ. പിന്നെ ആ തേനീച്ചക്കൂടിട്ട് 2 അടിയായി ടക്കേ ടക്കേ എന്നിട്ട് കണ്ണ് രണ്ടും കൂടെ തകർത്തു വെച്ച്, എന്നിട്ട് ഒരു ചെറിയ ഇടത്തോട്ട് ഒരു ചെറിയ വലത്തോട്ട് വെച്ച് ഇതെന്തുവാണ് ഇത്? അല്ല സിനിമ നടിമാർക്കില്ല ഇത്ര വയസ്സ്. അപ്പോൾ വേറൊരു കയ്യേതാകവും വളർത്തി ആസനത്തിൽ ചൊറിഞ്ഞ് അവൾക്ക് 24 മണിക്കൂർ ആസനത്തിൽ ചൊറിച്ചില്ല. അവൾക്ക് അല്ലെങ്കിലും അതാണല്ലോ അവിടെ സ്വഭാവം. എന്ന് പായസത്തിൽ മുക്കി അവിടെ കൊണ്ട് കൊടുക്കുക. ഇതൊക്കെ അല്ലാതെ പിന്നെ എന്തുവാണ് അവിടെ നടക്കുന്നത്? അനധികൃത ഷെഡാണെന്ന് മനസ്സിലാക്കുക, അനധികൃത പൂജയാണെന്ന് മനസ്സിലാക്കുക, ഇവൻ തന്ത്രി അല്ലെന്നുള്ള മനസ്സിലാക്കുക. ഹിന്ദുധർമ്മത്തെയും ഹിന്ദു പുരാണങ്ങളെയും വളച്ചൊടിക്കാനും ഒക്കെ വന്നിരിക്കുന്ന ഒരാളാണെന്നും തട്ടിപ്പിൻ്റെ ഉസ്താദാണെന്നും മണി ചെയിൻ മാതിരി നിങ്ങളെ ഓരോ കുടുംബത്തിൽ കയറി വന്ന് നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി വന്നതാണ്, നല്ലതിന് വേണ്ടി വന്നതല്ല. ഒരാളും രക്ഷപ്പെടണമെന്ന് അവനില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ ഉള്ളു വേറെയും അവൻ പറയുന്നത് വേറെയുമാണ്. ഇല്ല ഇന്ന് ഇത് കാണിക്കത്തില്ലല്ലോ. അപ്പം അത് വേറൊരു കാര്യങ്ങളുണ്ട്. അവനും ഉണ്ട് 2 ചാനൽ. അതിലൂടാണ് അവൻ പ്രത്യക്ഷപ്പെടുത്തുന്നത്. നീ എന്തുവാ മനസ്സിലൊന്ന് നുള്ളിക്കോളൂ. ഒരപ്പനും അവിടില്ല, ഒരു ചൈതന്യം ഇല്ലെന്ന് ഞങ്ങൾക്കറിയാം. ഒരു ചൈതന്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരു സർപ്പദൈവങ്ങളെയും നിഷേധിക്കാറില്ല, ഒരു കൃഷ്ണനെയോ അയ്യപ്പനെയോ നിഷേധിച്ച് പറയാറില്ല. ഇന്നും ശബരിമല അയ്യനയ്യപ്പ സ്വാമി എന്നാണ് പറയുന്ന. അവിടെയൊക്കെ ചെന്ന 18ാം പടിയിൽ 1ാം തിരുപ്പടിയിൽ നമ്മൾ കാല് ചവിട്ടുമ്പോൾ നമ്മൾക്കറിയാം നമ്മുടെ ഭക്തി നിർഭരം എന്തുവാണെന്ന്. നിന്റെ ഉണക്ക സാമാന്യത്തിൽ വരുന്ന പോലല്ല. ഒരു കണക്കില്ലാത്ത ഒരു ക്ഷേത്രം എന്നിട്ട് മറ്റുള്ള ക്ഷേത്രങ്ങളെ താരതമ്യപ്പെടുത്തുക. കോടാനുകൂടി ആൾക്കാർ വരുന്നിടത്ത് പിന്നെ ഇവിടെ ലോട്ടറി അടിക്കുന്ന പോലെ ആരെങ്കിലും എവിടെയെങ്കിലും പോനത്തിൽ എവിടെയെങ്കിലും വിജയിക്കും. സ്കൂളിലേതോ ഉടനെ എടുത്ത് അങ്ങനെ ഗ്രൂപ്പിലിടുന്ന മൊത്തം തട്ടിപ്പാണ്. ഇതിൽ ഏറ്റവും വലിയ കള്ളനാണ് കണ്ണൂരുകാരൻ, മോട്ടോർ മോഷണക്കാരൻ. അവരെ ഒന്നും വിശ്വസിച്ച് പോയേക്കരുത്. അവൻ്റെ ആരാണ്ടരെയൊക്കെ തലമണ്ടയിലൊക്കെ വെച്ച് കൊടുക്കാനായി പിള്ളേരെ കൊണ്ട് അവിടെ നിർത്തിയേക്കുന്നേ.
ഈ കൊച്ചു പിള്ളേരെയും കൊണ്ട് രാവിലെ ഇങ്ങനെ ഇറങ്ങത്തില്ലേ, വീട്ടിലെ ആടും കോഴി എല്ലാം കൂടെ കൊണ്ട് ഇറങ്ങി അവിടെയൊക്കെ തമ്പടിക്കുകയാണ്. പിന്നെ പൂസയാണെന്നാണ് പറയുന്നത്, പൂസ. രാത്രി കാലങ്ങളിൽ പൂസും. ഇത് തന്നെ. അത് തന്നെയല്ല, കൊടകര കുസുബി ഉറങ്ങണേ 1/2 ലിറ്റർ പട്ട വേണം അവൾക്ക് ഉറങ്ങണമെങ്കിൽ. കൊടകര കുസുബിക്ക് പട്ടയില്ല ഉറങ്ങാൻ പറ്റില്ല, സുഖം ഉറക്കമാണ് ഇവൻ്റെ അടുക്ക വന്നാൽ പിന്നെന്നാണ് പറയുന്നത്. കാരണം വയ്യമ്പാട് എന്താ പടിയുടെ ഇത് മേടിച്ചാൽ അവിടെ നിന്ന് പിള്ളേർ സാധനം മേടിച്ചുകൊണ്ട് വരുന്നുണ്ടല്ലോ. ഈ എന്നാ സുഖമാണെന്നറിയാം. ഈ സുഖമൊക്കെ മാറി ഒരു നോവും വേദന എടുക്കുന്ന ഒരു സമയം വരണമല്ലോ. ഇല്ലേ പിന്നെ ഈ കാലം എന്ന് പറയുന്നത് കാലം അല്ലെ കലികാലം എന്നൊക്കെ പറയുന്നത് ചുമ്മാതായി പോകത്തില്ലേ? നമ്മളൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറേയൊക്കെ എങ്കിലും എല്ലാവർക്കും ഞാനും ഹരിചന്ദ്രനാണെന്നൊന്നും അല്ല പറഞ്ഞേ. എൻ്റെ കയ്യിലും വിഡ്ഢിത്തങ്ങളും തെറ്റുകളും കുറ്റങ്ങളും അല്ല ഞാൻ പണ്ഡിതനാണെന്നോ ഒന്നും അല്ല പറയുന്നത്. ഒരു മാന്യമായ രീതിയിൽ നമ്മളൊരു തൊഴിൽ ചെയ്യുമ്പോൾ അതിനകത്ത് മാക്സിമം നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാൻ അത് പഠിച്ചിട്ടേ ചെയ്യുള്ളൂ. ഇത് പഠിക്കാതെ പിന്നെ ചെയ്യുവാണ്, ചുമ്മാ കോപ്രായങ്ങൾ കാണിക്കുക. ഇവൻ പറയുന്നതനുസരിച്ച് ചുമ്മാതെ ഇവൻ അതിനെ അങ്ങ് പേടിപ്പിക്കുക. ഞാൻ കൂടോട്ടം ചെയ്ത് കളയും, മറ്റേ ചെയ്ത് കളയും, ഇപ്പം തട്ടിക്കളയും, ഇപ്പം മോട്ട വെട്ടിക്കളയും, ഇപ്പം അതാണ് അങ്ങോട്ട് കാക്കുക. ഇതെല്ലാം കൂടെ ഒന്നും ചെയ്ത് നെഞ്ചത്തോട്ട് അടിച്ച് കണ്ടിപ്പം ചൊറിയും കുത്തി വീട്ടിൽ ഇരിക്കുക. വേഗം 12 നടത്തിക്കൊണ്ടിരുന്ന തെമ്മാടിത്തരത്തിൻ്റെ കൂടുതലുണ്ടല്ലേ. നല്ലൊരു ഷഡാധാര ക്ഷേത്രമുണ്ടാക്കി ആ ഷഡാധാര ക്ഷേത്രത്തിൽ നല്ലൊരു മൂർത്തിയെ, നല്ലൊരു ദേവതയെ പ്രതിഷ്ഠിച്ച് ഉപദേവന്മാരെയൊക്കെ കണക്കനുസരിച്ച് വെച്ച് ഈ ജ്യോതിഷികളുടെയും അല്ലാത്തവരുടെയും ബ്രാഹ്മിൺസിൻ്റെയും ഒക്കെ കുടുംബത്തിൽ ക്ഷേത്രമുണ്ട്. അതൊക്കെ അവർക്കൊന്നും ഒരു നാണക്കേടുമില്ല. വേറൊരു ജ്യോതിഷിയെ വിളിച്ചിട്ടായിരിക്കും അഷ്ടമംഗലം നടത്തുന്നേ. അത് മനസ്സിലായില്ലേ? അവർക്ക് ഈശ്വരനെ ആരാധിക്കുക, നന്മയുണ്ടാക്കുക എന്നാണ് അവർ വിചാരിക്കുന്നത്. ഇവനതല്ല. ഒറ്റ രാത്രി കൊണ്ട് എണ്ണീറ്റങ്ങ് അർദ്ധരാത്രിക്ക് കുട പിടിക്കണം, ശതകോടീശ്വരനാകണം. അത് അവൻ്റെ വീമ്പ് നിങ്ങൾ സംസാരത്തിൽ തന്നെ അറിയാമല്ലോ. പിന്നെ കദ്രുവും വിനിതയും കൂടെ രാത്രിയിൽ സ്വപ്നം കാണിച്ചവനെ. ഹോ മഹാഗുരുവേ, അത് എഴുതി വെച്ചേക്കുന്നത് നിങ്ങളത് വായിച്ചു നോക്കുക. ഗുരുവേ വത്സ, ഏതാ വാറ്റുവത്സയാണോ? എടാ വാറ്റുവത്സയുടെ കോണകം മണപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായില്ലയോടാ. നിർത്തിക്കൂടല്ലേ, തൂങ്ങിച്ചാകല്ലോടാ ആത്തിൽ. ആണമില്ലാതെ കിടന്ന് പെരളെന്ന് എല്ലാവരും പുച്ഛത്തോട് കാണുന്നു. വെറും ഒരു നായേക്കാളും അങ്ങേറ്റം പുഴുത്ത പട്ടിയേക്കാളും അങ്ങേറ്റമാണ്. കാരണം എല്ലാവരും പുച്ഛിക്കുകയാണ്. അവിടെ ചെന്നവരും വന്നവരും എല്ലാം അന്നേരം കാണുമ്പോൾ അപ്പാന്ന് വിളിക്കുന്നവർ അവിടെ